ആദ്യം ഒരു റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പം ഇതിലൂടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. കോഡ് മാത്രമല്ല, ലൈക്ക് നിങ്ങളെല്ലാവരും ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ 2026 ബെറ്റർ ആക്കാനും അതിലേക്കുള്ള ടാർഗറ്റ് ഗോളൊക്കെ അച്ചീവ് ചെയ്യാം. അത് നമ്മൾ ഷെയർ ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ പർപ്പസ്. ഓക്കെ, ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രസ് നമുക്കും ട്രാക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്ത എന്താണ് തെറ്റുകൾ, എന്താണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മേ ബി എല്ലാവരുടെയും ഒരു ഒപ്പീനിയനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫീഡ്ബാക്കൊക്കെ വെച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 പോയിന്റ് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഈ കൊല്ലം നമ്മൾ എന്തൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, വാട്ട് വി ഡിഡ് ഗുഡ്. അപ്പം ഗുഡ് എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്കും 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്ന്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യൽ കോഡ് ആസ് എ കമ്മ്യൂണിറ്റിനെ കുറിച്ച്. അപ്പോൾ കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈക്ക് നല്ലത്, നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബെനിഫിറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ ആസ് എ ഓവറോൾ ആസ് എ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. പിന്നെ വാട്ട് വെൻ ബാഡ്, ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ബി ബ്രൂട്ടൽ ആൻഡ് ബി ഓണസ്റ്റ്. നമ്മൾ അപ്പം കോഡിൻ്റെ കേസിലാണെങ്കിൽ കോഡ് എന്തൊക്കെയാണ് മോശമായിട്ട് ചെയ്തത്, എന്തൊക്കെ ചെയ്തത് ശരിയായില്ല, ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി അത് പറയും. അതുപോലെ നമ്മൾ സെക്കൻഡ് പോയിന്റ് പേഴ്സണൽ കാര്യങ്ങൾ പറയും. അപ്പം ഞാനിപ്പം ഈ വർഷം ഇന്ന സാധനം പഠിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ പഠിച്ച് തീർത്തില്ല, അല്ലെങ്കിൽ ഞാൻ പകുതി വഴി അത് നിർത്തിപ്പോയതുകൊണ്ട് വേറെ എന്തെങ്കിലും ചാടിപ്പോയി. അപ്പം അങ്ങനെയുള്ള നമ്മൾ പേഴ്സണൽ കാര്യങ്ങളും പറയാം, കോഡിൻ്റെ കാര്യം. അപ്പോൾ 2 സെക്ഷനിലാണ് സംസാരിക്കുന്നത്. മൂന്നാമത്തത്, നമ്മൾ ഈ കൊല്ലം ചെയ്തത് പക്ഷേ എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടൈം മാനേജ്മെൻറ്റ്. ഈ കൊല്ലം നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് അപ്രോച്ച് വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ല അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ച്. അതുപോലെ തന്നെ കോഡിൻ്റെ കേസിൽ കോഡ് ആസ് എ കമ്മ്യൂണിറ്റി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ഫീഡ്ബാക്ക്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അടുത്ത കൊല്ലം നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ ഫീഡ്ബാക്കും പറയാം. അതുപോലെ നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് പ്ലാൻ 2026 അത് ലൈക്ക് കോൺക്രീറ്റ് പ്ലാൻ ആയിരിക്കണം കേട്ടോ. അല്ലാതെ ഒരുമാതിരി ഇപ്പം എന്താ പറയുക, അടുത്ത കൊല്ലം ഞാൻ ഈ ഒരു എനിക്കൊരു ജോലി കിട്ടണം അങ്ങനെ പറയുന്നത്, അങ്ങനെ വേഗമായിട്ട് പറയുന്നത്. നമ്മൾ കുറച്ചും കോൺക്രീറ്റ് ആയിട്ടുള്ള ലൈക്ക് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ഞാൻ അടുത്ത 6 മാസത്തിനുള്ളിൽ പൈത്തൺ എന്നുള്ള ലാംഗ്വേജ് കംപ്ലീറ്റ്ലി പഠിച്ച് തീർക്കുന്നേക്കാരും, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊജക്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ്റെ ഇൻ്റർവ്യൂ ലെവലിലെങ്കിലും ഞാൻ എത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഗോൾ വെച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അജണ്ട. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? യെസ്, ക്ലിയർ. ഓക്കെ, ഗ്രേറ്റ്, നൈസ്. അപ്പം ഇത് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ തുടങ്ങാം. അപ്പം ദാറ്റ് വുഡ് ബി നൈസ്. ആൻഡ് ഫസ്റ്റത്തേൽ തന്നെ നമുക്ക് ലൈക്ക് സ്ക്രീനൊക്കെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഫസ്റ്റത്തെ ഷീറ്റിൽ നമുക്ക് കൊണ്ട് തന്നെ സ്റ്റാർട്ട്. ഓരോന്ന് വെച്ച് പറയാം, ഫുള്ള് പറയുന്നു വേണ്ട. ലൈക്ക് ഒരു ഗുഡ് മാത്രം പറയാം, അല്ലെങ്കിൽ 2 ലൈക്ക് ഗുഡിനെ കുറിച്ച് മാത്രം നമ്മളിപ്പം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അതും കോഡിനെ കുറിച്ച് മാത്രം ഇപ്പോൾ കറണ്ട്. ഓക്കെ, സന്ദീപ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സന്ദീപ്. ഓക്കെ. കോഡിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നുന്നത് 1-to-1 സെക്ഷനാണ്. അതായത് സാറിന്റെ 1-to-1 സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം. സോ അത് കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, 1-on-1 ഗുഡ് ആൻഡ് ബെനിഫിഷ്യൽ ആണ്. ഇവൻ 1-on-1 കോളിനെ കുറിച്ച് കുറ്റം പറയാണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ലൈക്ക് ഓക്കെ, അടുത്തത് ഗുഡ് ആർക്കെങ്കിലും പറയാനുള്ളതുണ്ടോ? യെസ് സർ, നമ്മുടെ കോഡിലെ നമ്മുടെ റെസ്യൂമെ, നമ്മുടെ ഡിസ്കോഡ് സെർവറിലുള്ള റെസ്യൂമെ റിവ്യൂവും അത് നമുക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരുന്നു. ലൈക്ക് നമ്മുടെ സന്ദീപ് പറഞ്ഞ പോലെ നമ്മൾ മെയിൻലി 1-on-1 എടുക്കുമ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ഇത് റെസ്യൂമേയിൽ ഫോക്കസ് ചെയ്യും, പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള ഫർദർ സ്റ്റെപ്സ് ഫോക്കസ് ചെയ്യും. ബട്ട് ഇത് നമുക്ക് കോഡ് ഇത് തന്നെ കിട്ടുമ്പോൾ ഇതൊരു ബെറ്റർ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് നൈസ്, നല്ല നല്ല പോയിന്റ്സ്. എങ്ങനെ തന്നെ വന്നോട്ട് നിൽക്കട്ടെ. ഖാലിദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, മ്യൂട്ടഡ് ആണ്, പറയണ്ടേ? ഓക്കെ, ഖാലിദ് ഒന്നും പറയുന്നില്ല. അപ്പോൾ റാഷിദ. സർ, ഞാൻ വൈകിട്ടാണ് കോഡിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ ഇപ്രാവശ്യം ബിടെക് കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഈസി ആയിരുന്നു. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ സ്വിച്ച് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, കോഡിങ്ങിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ സാറിനോട് യൂട്യൂബിൽ ഡൗട്ട് ചോദിച്ചിരുന്നു. അത് സാർ പറഞ്ഞ് പോസിബിൾ ആണ്. അങ്ങനെ ഞാനിപ്പോൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഡാറ്റ സയൻസ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പൈത്തനൊക്കെ. അത് വലിയൊരു ബെനിഫിറ്റ് ചെയ്യുന്നു. പിന്നെ ജിഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത് സാറിലൂടെയാണ്. അങ്ങനെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി അറിഞ്ഞത് സാറിന്റെ
സാറിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഇങ്ങനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നന്നായിട്ട് നമുക്ക് ഒരുപാട് നല്ല സ്വപ്നം കാണാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയത്. ഓക്കെ ഗ്രേറ്റ്. ഇതിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു പോയിന്റ് കൂടി ഇതിനൊരു നല്ല വേർഡിങ് ആർക്കെങ്കിലും ഉണ്ടോ പറയേണ്ടത്? Introducing new opportunities and tech events. ഓക്കെ ഗ്രേറ്റ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ജിസോക്ക് ഒരു നല്ല പോയിന്റ് ആണോ, ഗുഡ് പോയിന്റ് ആണോ? ജിസോക്കിനെ കുറിച്ച് റാഷിദ് ഒന്ന് പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് എന്താ? GSOC നല്ലൊരു പോയിന്റാണ്. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗൈസ്. നമ്മളൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, തെറ്റുകളൊന്നും പറയാൻ എന്തായാലും ഇല്ല, തല പോകുന്ന കേസും ഇല്ല ഇവിടെ. അപ്പം പിന്നെ ഇഷ്ടമുള്ള പോലെ ആൻഡ് മാക്സിമം വീഡിയോ ഓൺ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. കാരണം ഇതൊരു കൈൻഡ് ഓഫ് പ്രൊഫഷണൽ പോലെ കൊണ്ടുനടക്കണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിക്കാരും, കാണുന്നവർക്കും നല്ല എക്സ്പീരിയൻസ് ആവും. ആൻഡ് സംസാരിക്കാൻ മടിയൊക്കെ ഉള്ളവർ അതും തീർക്കും. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ താല്പര്യമുണ്ട്, ഇംഗ്ലീഷിലും പറയണം. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഉപകാരമാണ് നമ്മളെ നാസ് പ്ലാറ്റ്ഫോമിലുള്ള. ഓക്കെ. എസ്പെഷ്യലി അതിന്റെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ലേ. അപ്പോൾ അതിലെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതിലൊക്കെ ഞാനൊന്ന് ചെയ്തു. അപ്പൊ അത് നല്ല ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു ഇൻഡിവിജ്വൽ സാധനമായിട്ട് ഏതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്. Hi sir. ഹായ്. Yeah, one of the best point, we got into best point ആയിട്ട് പറയാനുള്ളത് ലൈക്ക് ദ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ യാസിർ ബ്രോൻ ഞാൻ ഇപ്പൊ മെസ്സേജ് അയച്ചാലും, ഇപ്പോ ഇൻസ്റ്റയിലായിരുന്നാലും അല്ലെങ്കിൽ ഡിസ്കോഡിലായിരുന്നാലും എവിടെ മെസ്സേജ് അയച്ചാലും അതിനൊരു പ്രോപ്പർ റിപ്ലൈ ഇപ്പോൾ തരുന്നുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു ബെസ്റ്റ് ഓഫ് വേ ആണ്. ലൈക്ക് അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ മടിക്കും. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു, ഒരു ഗുഡ് ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു ഈ കോഡില്ല. ഓക്കെ ഗ്രേറ്റ്. പിന്നെ ലീഡ് കോഡിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയൊക്കെ നല്ല, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലെ വീഡിയോസ് ആണോ? വീഡിയോസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ കൊല്ലം ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല, ഏറ്റവും വലിയ ബാഡാണ് അത് എനിക്ക് പറയാൻ. ഞാൻ ആകെ 2 എണ്ണം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഖാലിദിന് ഇപ്പം പറയാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറ. അതുപോലെ തന്നെ DSA വീഡിയോസ് യൂട്യൂബിലിടുന്ന, പിന്നെ ആർക്കിടെക്ചറൽ വീഡിയോസ്, പിന്നെ ലൈവ് പ്രൊജക്ട്സ്. സത്യം പറഞ്ഞാൽ ആ ലൈവ് പ്രൊജക്ട്സ് കണ്ട ശേഷമാണ് ഞാൻ പേഴ്സണൽ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അത് നല്ല ഹെൽപ്ഫുൾ ആണ്. ഗ്രേറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാ കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും മെസ്സേജിനുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, ഇതുവരെ കിട്ടാണ്ട് നിന്നിട്ടില്ല. അത് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഇവിടെ ഒരു പണിയെടുക്കാതെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അറിയാം. പക്ഷെ എന്നാലും ഇതിന്റെ വർക്കിനിടയ്ക്ക് മെസ്സേജ് അയക്കുന്നത് നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ കടക്കാം. ലൈക്ക് എങ്ങനെ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെസ്പോൺസ് തരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വരുന്ന മറ്റേ നമ്മുടെ കമ്മ്യൂണിറ്റി അപ്ഡേറ്റ് ആകുമ്പോൾ മറ്റേ നമ്മുടെ ക്വസ്റ്റ്യൻസ് ലൈക്ക് പാസ്റ്റ് 7 years ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ അത് ഫ്രഷേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് എന്തായാലും ഒരു മിഡ് ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി അതൊരു ജെമ്മായിരിക്കും, ഉറപ്പാണ്. ലൈക്ക് അത് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് വിനോദ വാല്യൂ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നുണ്ട്, കുറച്ചുകൂടി കൊണ്ടുവരാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടോ? അത്യാവശ്യം പോയിന്റ്സ് ഉണ്ട്, 10-11 പോയിന്റ് ആയി. വേറെ ഏതെങ്കിലും മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, പറ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ചാനൽ കാണുന്നത് DSA ലീഡ് കോഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ DSAന്റെ വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതേപോലെ പറയുകയാണെങ്കിൽ ചാനൽ വരുന്ന പോഡ്കാസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ജിസോക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ജിസോക്കിനെ കുറിച്ച് കേൾക്കണത് തന്നെ. ഞാൻ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണ്, ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തതാണ്. അതും ഗുഡായിട്ട് തോന്നി. പോഡ്കാസ്റ്റ് എന്താ ആരും പറയാൻ? പോഡ്കാസ്റ്റ് ശരിക്കും ഹെൽപ്ഫുൾ ആണ് എല്ലാവർക്കും. കാരണം പോഡ്കാസ്റ്റ് ഭയങ്കര ലൈക്ക് കുറച്ച് പണിയാണ് എനിക്ക്, ലൈക്ക് ആൾക്കാരെ കിട്ടാൻ. റിയാക്ഷൻസ് കാണുന്നുണ്ട്, അടിപൊളി. ഇനി വേറെ ഏതെങ്കിലും പോയിന്റ്സ്? ഹലോ, രണ്ടുപേര് പറഞ്ഞു. ബ്ലസൻ പറ. അല്ല, ഈ ചാലഞ്ചസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലേ, ഓരോ ചെക്ക് പോയിന്റ്സും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിസോക്ക് ആയാലും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ക്രാക്ക് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഹലോ, ഞാൻ അസീസ്. ഞാൻ ഈ കമ്മ്യൂണിറ്റി, അതായത് ആ 1-to-1 കോളിന് വേണ്ടിട്ടായിരുന്നു. അന്ന് 30 minutes കോൾ വെച്ചിട്ട് ഏകദേശം ഞങ്ങള് ഒരു മണിക്കൂറോളം സംസാരിച്ചു. അപ്പൊ അന്ന് ക്ഷമയോടെ കേട്ടിരുന്നതിനും ഇതാക്കിയതും വലിയൊരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോ ഒരു 2 weeks ആയിട്ടുള്ളൂ എന്റെ പുതിയ ജോബിക്ക് സ്വിച്ച് ആയത്. അപ്പൊ ആ ടൈമില് ഞാന്
ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിട്ടാണ് കൂടുതൽ ടൈമും വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പോൾ ആ യൂട്യൂബിന്റെ ഒക്കെ സിസ്റ്റം ഡിസൈന് അതൊക്കെ ഇന്ന് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്തിരുന്നത്. ഒരു ബേസ് ഒരു ഇത് ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ ഉപകാരപ്പെട്ടെ. ഞാൻ വർക്ക് ചെയ്യുന്നത് വേറൊരു ഡൊമൈൻ ആണെങ്കിൽ പോലും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവില് സംസാരിക്കാം, എങ്ങനെയാണ് നമ്മളുടെ പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് ആ യൂട്യൂബിന്റെ സിസ്റ്റം ഡിസൈനിങ് ഒരു റെഫറൻസ് പോലെ നോക്കിയത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ആ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ അസീസ്, ജോബ് കിട്ടിയതിന്. ആൻഡ് യാ, ഗുഡ് പോയിന്റ്സ് ആണ്. ഹലോ കേൾക്കാം. യെസ്, പറ. അതായത് നമ്മൾ ഈ പ്രൊജക്ടുകൾ ഇപ്പൊ നമ്മുടെ ഇതിന്റെ അകത്തിട്ടുണ്ടല്ലോ, അതായത് ബികോഡ് കമ്മ്യൂണിറ്റിയിൽ ഓരോ കഴിഞ്ഞ ദിവസം കാൽക്കുലേറ്റർ പ്രൊജക്ട് ചെയ്തില്ലേ, അഡ്വാൻസ് കാൽക്കുലേറ്റർ. അപ്പൊ അതിന്റെ അകത്ത് അത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം നമുക്കത് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, സ്വയമേ ഒരു പ്രൊജക്ട് ചെയ്യുന്ന പോലെയായിരുന്നു. അത് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്ട് എനിക്ക് ഉണ്ടാക്കി. പിന്നെ അതിന് സൊല്യൂഷൻസും കൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു. അതൊക്കെ സജഷനാണ്. കാരണം എങ്ങനെയാണെന്ന് മീൻസ് ഒരു അഡ്വാൻസ് ലെവലിലോട്ട് ഒരു 3rd 4th ചെക്ക് പോയിന്റ് കണ്ടെത്തിക്കാൻ പിന്നെ അത് ഭയങ്കര ടഫാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൊല്യൂഷൻ പോലെ എന്തെങ്കിലും കിട്ടിയാലും നല്ലതായിരിക്കും. ഇത് ഞാൻ മറ്റേ സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഞാൻ അടുത്ത വർഷം പ്ലാൻ ചെയ്തത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഗിറ്റ് ഹബ് ആക്സസ്, ഇപ്പം ഗിറ്റ് ഹബ് ആക്സസ് ഇപ്പം എല്ലാവർക്കും സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കുറച്ചും റെസ്ട്രിക്റ്റീവ് ആക്കിയിട്ട് ഈ പ്രോജക്ട്സിൽ കോൺട്രിബ്യൂട്ട് അപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പം നമുക്കറിയില്ല, സാമൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവനൊക്കെ നല്ലോണം കോഡൊക്കെ ചെയ്ത് പുഷ് ചെയ്യുന്ന അതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ കോഡ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള പോലെ ആക്കണം എന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അതൊക്കെ കൊണ്ടുവരും. ഇപ്പം നമ്മൾ കറൻ്റ്ലി കോഡ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ലൈക്ക് ചാലഞ്ചസ്. കാരണം ഇത് സെൽഫായിട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാന്നായിരുന്നു കോഡ്. ബട്ട് എനിക്ക് തോന്നുന്നു അത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പം ലീഡ് കോഡിലൊക്കെ മറ്റുള്ള ആൾക്കാർ ആൻസർ കാണാൻ പറ്റും, അതും ചെയ്യും. ഓക്കെ, അപ്പം ഗുഡ് ഇപ്പം അത്യാവശ്യം കുറേ പോയിന്റ്സ്. നമുക്ക് ബാഡിലേക്ക് വരാം. ആൻഡ് ഞാൻ ഡെഫിനറ്റ്ലി ബാഡിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ബാഡ് ഫോക്കസ് ചെയ്താണ്. എന്തൊക്കെയാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, എന്ത് മാറ്റേണ്ടത്? ഹലോ, പറ. ഈ ഇൻസ്റ്റാഗ്രാമില് ലൈവ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബില് അപ്ലോഡ് ചെയ്താൽ ഒന്നുകൂടെ നന്നായി. അപ്ലോഡ് ചെയ്യാറുണ്ട്, എല്ലാ ലൈവ് അപ്ലോഡ് ചെയ്താല് ഒന്നുകൂടെ നന്നായി തോന്നി. അപ്പൊ പിന്നെ കേൾക്കാൻ പറ്റുമല്ലോ, അപ്പോ ടൈമില്ലാത്തവർക്ക്. അല്ല, അതിപ്പം ഈ ഇടയായിട്ട് നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്ന ലൈവ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരേ സമയമാണ് ഇപ്പൊ ലൈവ്. പിന്നെ ഞാനിപ്പോ അടുത്താണ് ഈ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുത്തത്. അപ്പോ നന്നായിട്ട് നോക്കണമെന്നുണ്ട്. പിന്നെ യൂട്യൂബില് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രിപ്പയർ ചെയ്യണം. ബിടെക് തേർഡ് ഇയർ ആണ്. അപ്പോ ഓക്കെ, ഗ്രേറ്റ്. പക്ഷെ ഇതിലിപ്പം കുറച്ചുകൂടി എന്താണ് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് എന്താ പറയാനുള്ള ഒരു പോയിന്റ് ആയിട്ട് എന്തെങ്കിലും? ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞതുള്ളത്. പക്ഷെ നമുക്ക് ബാഡായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗൈസ്, ബാഡിന് എന്തായാലും പോയിന്റ്സ് വേണം കേട്ടോ, അതില്ലാതെ പോകാൻ പറ്റും. നമ്മളിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്കുള്ളൊരു കാര്യം പറയാം. ഫേസ്ലെസ് കുറേയൊക്കെ നമ്മൾ AI അതൊക്കെ വെച്ചിട്ട് കോപ്പി ചെയ്തിട്ട് വിടുന്നു. ഈ പരിപാടി അടുത്ത കൊല്ലം തൊട്ട് നിർത്തണം. അതാണ് എനിക്കുള്ള ഒരു സാധനം. പിന്നുള്ളത് എന്താ? സ്റ്റീവ്, പറ. ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ അൽഗോരിതം കുറച്ചും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. ആക്ച്വലി കൊല്ലം DSA വീഡിയോ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. അത് ഓക്കെ. സിസ്റ്റം ഡിസൈനും ഉണ്ടെങ്കിൽ സിസ്റ്റം ഡിസൈനും അവിടെ ഇത് ഇവിടെ മോറ് ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ നമ്മളെ കമ്പനീസിലൊക്കെ ചെയ്യാറ്. സർ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ ഇന്റേൺഷിപ്പ് അതിന്റെ ആക്റ്റീവ് ഫസ്റ്റ് ഒരു ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ കറന്റ് ആക്ടിവിറ്റി ഇല്ല. അതൊരു ഇംപ്രൂവ്മെന്റ് സെക്ഷൻ. യെസ്, അത് അതിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ശരിക്കും. ഒന്ന്, നമ്മൾ ആ പ്രാവശ്യം ആഡ് ചെയ്തപ്പം ഈവൻ അൺസ്റ്റോപ്പ് എന്ന് വന്ന ഇന്റേൺഷിപ്സിലാണെങ്കിലും കുറേ സ്കാം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നെയാണ് ഇപ്പം വേറെയുള്ള കുറച്ച് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെ പുതിയ വെബ്സൈറ്റ് ഇപ്പം ഈ January 1 ലോഞ്ച് ചെയ്യും. അപ്പം അതിൽ ഈ സാധനങ്ങളൊക്കെ വരും. ഇപ്പം ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരും. അതിൽ വന്നിട്ട് നമ്മളത് ഞാൻ കാണിച്ചു തരണോ പുതിയ സാധനം? ഓക്കെ, ഇതാണ് നമ്മളെ പുതിയ വെബ്സൈറ്റ്. ഇത് കംപ്ലീറ്റഡ് അല്ല കേട്ടോ, ഇത് നോൺ പ്രൊഡക്ഷൻ സാധനമാണ്. അപ്പോൾ ഇതിൽ കുറേ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലിങ്ങനെ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ ജോബായിട്ട് വരും. ഇന്റേൺഷിപ്പിനുണ്ട് ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ലേബൽ ഇട്ടിട്ടുള്ള സാധനം. ഹാക്കത്തോൺസ്, ഇപ്പം ഈ വക പരിപാടി കൊണ്ടുവരണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സർട്ടിഫിക്കേഷൻ്റെ കേസസിലാണെങ്കിലും
ഇവിടെ ഫ്രീ സർട്ടിഫിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതന്നെ സ്ക്രോൾ ചെയ്താൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ടോപ്പിക്കിലുള്ള സർട്ടിഫിക്കേഷൻ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പ്ലാന്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ടു ബി വെരിഫൈഡ്, ഇതെല്ലാം വെരിഫൈഡ് അല്ല. അപ്പം ഇതിപ്പോൾ വെരിഫൈഡ് ആണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ചിലത് ഇൻ കേസ് സ്കാം ആണോ അല്ലെങ്കിൽ ഇൻ കേസ് ലൈക്ക് അറ്റ് ദ എൻഡ് നമ്മൾ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ പേഴ്സണലി കയറി കൺഫേം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെരിഫൈഡ് എന്നൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റു ഓപ്പർച്യൂണിറ്റീസിനും ചെയ്യണമെന്നുണ്ട്, ഇവിടെ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ആവുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഈവൻ സോഷ്യൽ മീഡിയാസിലാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇപ്പോൾ ടെലിഗ്രാം അല്ലെങ്കിൽ ഡിസ്കോഡ്, വാട്ട് അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി അതും പറഞ്ഞു. ഏതാണ് എന്തെങ്കിലും പ്രശ്നമുള്ളതോ പ്രോബ്ലം ഉള്ളതോ? ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കുറവാണ്. മെമ്പേഴ്സ് അല്ലേ? ഒരു എന്താ പറയാ, ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇത് ഞാനും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് ഈ വർഷം. നമ്മൾ വീക്കോഡ് കമ്മ്യൂണിറ്റി 2022 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 22 to 23 പകുതി ആ ടൈമിലൊക്കെ ഉള്ള മെമ്പേഴ്സ് നല്ല ആക്റ്റീവായിരുന്നു. അന്നായിരുന്നു നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഉള്ള ആൾക്കാർ ഭയങ്കര കമ്മ്യൂണിക്കേറ്റിങ്ങും ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഹാക്കത്തോണൊക്കെ ഉണ്ടായപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാവരും ടീമൊക്കെ ഫോം ചെയ്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ പിന്നെ ഡിസ്കോഡ് വലുതായപ്പം അതിനനുസരിച്ച് അതിലുള്ള സ്പാംസും പിന്നെ പതുക്കെ അന്ന് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടും ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടും അങ്ങനെയായിട്ട് അവരും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോവുകയല്ല, ലൈക്ക് അവരുടെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ആ ഒരു ഇതുണ്ട്, ഒരു വലിയൊരു ബ്ലാങ്ക് ഉണ്ട്. നമുക്കത് ഇമ്പ്രൂവ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാം. ലൈക്ക് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഹാക്കത്തോൺസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വിത്തിൻ ദ കമ്മ്യൂണിറ്റി തന്നെ ടീം ഫോം, വിത്തിൻ ദ കമ്മ്യൂണിറ്റി തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഡിസ്കോഡിലാണെങ്കിലും എന്തിലാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ഇപ്പം എന്താ പറയുക, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വേറെയുള്ളത് ചോദിക്കുമ്പം റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ പറയുന്ന സെയിം പോയിന്റ്സും നമ്മളുടെ അതേ ആശയങ്ങളൊക്കെയാണ് നിങ്ങളും ഷെയർ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ദാറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പം നിങ്ങളൊരു ലീഡർഷിപ്പ് സ്കില്ല് എടുക്കുക, ഷെയർ ചെയ്യുക ഇൻഫർമേഷൻസ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക കൂടുള്ളവരെ. അപ്പം അത് സെൽഫായിട്ട് ഇനീഷ്യേറ്റ് ചെയ്താൽ നന്നായി. ഓക്കെ, നൈസ് പോയിന്റ്. ഓക്കെ, ഈ രണ്ടും പാടെ മിക്സ് ആക്കി പറഞ്ഞു, ബാഡും ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ വെച്ചാൽ പറഞ്ഞു. നമുക്ക് ഇനിയും വേണം പോയിന്റ്സ്. സന്ദീപ്? അതേപോലെ നമുക്ക് ടെക് ന്യൂസുകൾ ഡിസ്കസ് ചെയ്യാനും അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ടാബ് കൊടുത്തിരിക്കുന്നത് നല്ലതായിരുന്നു. ടെക് ന്യൂസുകൾ മാത്രം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു സ്പേസിൽ ഷെയർ ചെയ്യാൻ പറ്റുകയും നമുക്ക് കുറേ കൂടെ നോളജ് എല്ലാവരും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ല പോയിന്റാണ്. കാരണം ഈ പ്രാവശ്യത്തൊക്കെ ഇപ്പം നമ്മളെ ഷാഹിഹുലൂദിൻ്റെ അറ്റാക്ക് ഇതുപോലെ ഒരാൾ ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വർക്കിൽ തന്നെ പെട്ടെന്ന് അതിനുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയത് ഇങ്ങനെ ന്യൂസ് ഷെയറിങ് നടന്നുകൊണ്ടാണ്. അതുപോലെ റിയാക്റ്റിൻ്റെ അറ്റാക്ക് ക്ലൗഡ് ഫ്ലെയർ പിന്നെ പൊട്ടിപ്പോയപ്പോൾ എല്ലാവരും പറഞ്ഞു. ഇറ്റ്സ് നല്ലൊരു പോയിന്റാണ്. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ അമൽ ജോൺ. ഹായ് സർ. ഹായ് ഗൈസ്. സർ, എനിക്ക് തോന്നിയുള്ളത് ഇപ്പൊ ഞാനൊരു ഡാറ്റ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സെയിം ടെക്കില് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ മെമ്പേഴ്സ് ഉണ്ടാവും. സോ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ഈവൻ ഫോർ ഡിസ്കസിങ് ദ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, ഡിസ്കസിങ് ദ ആൻസർ, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ്. പിന്നെ എന്താണെങ്കിൽ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്യൂ ഓഫ് ദം ആർ ഇൻ ടു Web3 ടെക്. ഇറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ ആക്ച്വലി. പിന്നെയാണ് അവരുടെ ലിങ്ക്ഡിൻ സെർച്ച് ചെയ്ത് നോക്കി, നല്ല പ്രൊഫൈലായിരുന്നു, അങ്ങനെ കുറച്ച് കണക്ഷൻസ് കിട്ടി. സോ ഈവൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് അങ്ങോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് അതും നല്ലതായിരിക്കും സർ. ഓക്കെ, ഈ ടെക് സ്പേസിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റത്തെ ഡിസ്കോഡിൽ മീൻസ് നമ്മളെ പബ്ലിക് ആയിട്ടുള്ള ഡിസ്കോഡിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ബട്ട് ആൾക്കാരെ എണ്ണം കൂടുന്തോറും എനിക്കത് ലൈക്ക് കുറേയൊക്കെ യൂസ്ഫുൾ അല്ലാതായി പോകുന്നല്ലോ. ഇപ്പം നമ്മളൊരു ഷോർട്ട് ലൈക്ക് ഇപ്പം നിങ്ങളൊക്കെ ഒരു പ്രീമിയം മെമ്പേഴ്സ്, അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഷോർട്ട് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഈസി ആകും. അപ്പം ഞാൻ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രീമിയം ഡിസ്കോഡിൽ എന്തായാലും കൂടുതൽ ആൾക്കാരെ കയറ്റില്ല. ഇതിന് ഞാൻ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റിൻ്റെ മേലെ നമ്മൾ ആൾക്കാർ കൊണ്ടുവരുന്നില്ല. സ്കെയിൽ ചെയ്യാൻ പറ്റില്ല ഇത് കാരണം കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ മെൻറ്റർഷിപ്പ് നല്ലപോലെ. സോ ഇതൊരു ടൈറ്റ് പാക്ഡ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഐ ഹോപ്പ് ഇൻ ദാറ്റ് ഇറ്റ് വിൽ. ഓക്കെ,
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് മന്ത്ലി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ആഗ്രഹമുണ്ട്, നല്ലൊരു കാര്യമാണ്. ഞാൻ ആദ്യം ഇത് നമ്മളിപ്പോഴത്തെ ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ പോകുന്നുണ്ടാവട്ടെ. ടെക്നിക്കലി എല്ലാ കമ്പനീസിലൊക്കെ നടക്കൽ യൂഷ്വലി മന്ത്ലി അറ്റ്ലീസ്റ്റ് ഒരു റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളത് ഇതൊരു സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്ലാൻ ചെയ്യാം. മന്ത്ലി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടറിൽ ഒരു തവണയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഉദ്ദേശം, അതോ ജസ്റ്റ് ജനറലി നമുക്ക് ഗെറ്റ് ടു നോ അല്ലെങ്കിൽ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ പോലത്തെ എന്തെങ്കിലുമൊക്കെ നോർമൽ ഡൗട്ട് ക്ലിയറൻസ് Q&A അങ്ങനത്തെ മീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ടൈപ്പ് മീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മന്ത്ലി കമ്മിറ്റി മെമ്പേഴ്സുമായിട്ട് നമുക്ക് എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയ ആളുകൾ വരുമ്പോൾ അവരെ പരിചയപ്പെടാൻ അങ്ങനെയൊക്കെയുള്ളൊരു. ഓക്കെ, മോറൊന്നുമില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പോയിന്റ്. ഇതിനടുക്ക് ആരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, മിസ് ചെയ്ത് പോയി. ആരാണ്? മിസ് ബാഹുദ്ദീൻ. ഇത് എനിക്ക് തോന്നിയതാണ്. യൂട്യൂബ് വീഡിയോസിന്റെ ഈ മൈക്രോഫോണിന്റെ ക്വാളിറ്റി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും. അത് കുറച്ചും കൂടി ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഒരു ചെറിയ ചീപ്പ് ഫീല് നമുക്ക് കണ്ടന്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഓഡിയോ ക്വാളിറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും ആർക്കും? ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോഫോൺ വാങ്ങുന്നത് ചിലപ്പോൾ നന്നായിരിക്കും, എനിക്ക് തോന്നുന്നതാണ്. ഇപ്പോഴത്തെ മീറ്റിംഗ് ആയില്ല നടക്കുന്നത്. ഓഡിയോ ക്വാളിറ്റി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഓക്കെ, പക്ഷെ ഓവറോൾ വീഡിയോ ക്വാളിറ്റി ഞാൻ അങ്ങനെ ഇടാം. പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സാധനം ഞാൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവ്, കാരണം എഫേർട്ട് കൂടുതലാണ്. ഐ മീൻ എൻ്റെ ടൈം വേഴ്സസ് ക്വാളിറ്റി എന്ന് ആലോചിക്കുമ്പോൾ, കാരണം എനിക്കിപ്പം കൂടുതൽ ആൾക്കാരെ മീൻസ് കൂടുതൽ വ്യൂവേഴ്സ് വരണം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വന്ന് നമ്മളെ ചാനൽ കാണണം, ആ ഒരു ഉദ്ദേശമില്ല എനിക്ക്. ഉള്ളവർക്കുള്ള സാധനം നല്ലപോലെ കൊടുക്കുക എന്നുള്ളൂ. കാരണം ആൾക്കാർ കൂടുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതാണ് ഒന്നാമത്. രണ്ടാമത്തെ, എഡിറ്റ് ചെയ്യാൻ ടൈമില്ല. ഒരു സാധനം എഡിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് ഭ്രാന്ത് പിടിക്കും ചിലപ്പോൾ. ആ പോഡ്കാസ്റ്റൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ആ 2 മണിക്കൂറിൻ്റെ പോഡ്കാസ്റ്റ് എഡിറ്റ് എനിക്ക് 2 ആഴ്ചയോളം, അപ്പം അത്ര ടൈം കിട്ടാറില്ല. ഒന്നാമത് അതാണ് പ്രോബ്ലം. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഹയർ ചെയ്ത് ചെയ്യണം, പക്ഷേ ഒരാളെ ഹയർ ചെയ്ത് ചെയ്യുക എന്നുള്ളത് ലൈക്ക് ഭയങ്കര എന്താ പറയുക, അൺഅഫോർഡബിളും ആണ്. അൺഅഫോർഡബിൾ മാത്രമല്ല, വോർത്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി പറ്റാവുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പം ലൈറ്റൊക്കെ മേടിച്ച് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കൊല്ലം ചെയ്യാൻ പറ്റിയത്. ഓക്കെ, പിന്നെ പോയിന്റ്സ് പോരട്ടെ. യെസ്, സന്ദീപ് പറഞ്ഞ പോലെ നമുക്ക് ക്വാർട്ടർലി മെമ്പേഴ്സ് ആയിട്ടൊരു സ്ട്രെങ്ത് കൂട്ടലും ഒരു ഇത് കൂട്ടലും ഒരു നല്ലത്. ലൈക്ക് വീക്ക്നെസ്, ഓരോ ഇൻഡിവിജ്വൽസിന്റെ വീക്ക്നെസ് നമുക്ക് ഫൗണ്ട് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതൊരു ബെറ്റർ തന്നെയാണ്. ഇതെന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക്. ഈ ചാറ്റ് എനിക്ക് കാണാൻ കഴിയില്ല കേട്ടോ, എനിക്ക് നോട്ടിഫിക്കേഷൻ മാത്രമേ കാണുള്ളൂ ഞാൻ ഇതിൻ്റെ ഇതിൽ. അതുകൊണ്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അല്ല, വീഡിയോ ഓണാക്കി തുടങ്ങിയ കോളാണല്ലോ, അപ്പോൾ എല്ലാവരും വീഡിയോ ഓഫ് ആക്കി പോയോ? ക്യാമറ ഓണാക്കി വെക്കുക ഗൈസ്. നമ്മളെ ലൈവ് സെഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? കറൻ്റ്ലി ചെയ്യുന്ന ടോപ്പിക്സ് എന്തെങ്കിലും പുതിയത് കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഒഴിവാക്കണോ? അതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടോ, പ്രൊഡക്ട്സോ? എന്താ വെച്ചാൽ അതൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ 2026 എൻ്റെ പ്ലാനിങ് മൊത്തം കേട്ടോ. അതുകൊണ്ട് ഇപ്പം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം പ്ലാനിങ്ങിൽ വരും. യെസ്, അപ്പൊ ആക്ച്വലി ഇപ്പോൾ നമുക്ക് വരാനുള്ള പ്രോഡക്ട്സ് പറയുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു, പിന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻസ്, അതല്ലാണ്ട് ഇപ്പോൾ റിവീൽ ചെയ്തില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അതർ മോർ സർപ്രൈസസ് ഉണ്ടോ? മോസ്റ്റ്ലി ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് മെയിനായിട്ട് പുതിയ വെബ്സൈറ്റ്, അതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടിയും പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻസും കൂടിയും നമ്മൾ മീൻസ് വീക്കോഡിൻ്റെ സൈഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറയും. അതായത് ഇപ്പം നിങ്ങൾ ഈ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലീഗൽ പ്രോസസ്സും കാര്യങ്ങളിലൊക്കെ വർക്കായി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഒരു പ്ലാൻ പോലെയാണ്. രാഹുൽ, അപ്പോൾ ആക്ച്വലി ഒരു ലീഡർ ബോർഡ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. അപ്പൊ കറക്റ്റ്ലി ആരൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ആരൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനും പറ്റും. പിന്നെ ബ്രോ എക്സാക്ട്ലി ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലൈക്ക് ബ്രോന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്കാർ എബോ ഒരു 10 LP പാക്കേജ് ആ ഒരു റേഞ്ചിലേക്ക് പോകണമെന്നാണ് ബ്രോ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിലൂടെ ഇപ്പൊ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ വെറുതെ വന്നിട്ട് ചുമ്മാ എന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല. കറക്റ്റ് ആരൊക്കെ ആ ടോപ്പിക്സ് ഉപയോഗിക്കുന്നുണ്ട്, സോ ആരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലീഡർ ബോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്കിപ്പോ അടുത്ത വേറെ ആൾക്കാരെ നമുക്ക്
കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ബ്രോ പറഞ്ഞ പോലെ ബ്രോ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ലേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതായി. ഗ്രേറ്റ്. നമുക്കൊരു ലീഡർ ബോർഡ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്ക ആൾക്കാർ കണ്ടിട്ടില്ലാന്ന്. മിക്ക ചാലഞ്ചസിൻ്റെ ഉള്ളിലും ലീഡർ ബോർഡ് ഉണ്ട്. മേ ബി അത് അത്ര ഇൻറ്റ്യൂറ്റീവ് ആയി എല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാത്തതാണോ? നിങ്ങൾ ചാലഞ്ചസിൽ ലീഡർ ബോർഡ് കണ്ടിട്ടില്ല? കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ലീഡർ ബോർഡ് ആയിരിക്കും. കമ്മ്യൂണിറ്റി മാത്രം എങ്ങനെ ലീഡർ ബോർഡ് ചാലഞ്ചസിനാണ് ഉദ്ദേശം അതോ കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? മൊത്തത്തില് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടി. ലൈക്ക് ഇപ്പൊ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വന്നാലും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ള മീറ്റിംഗ് മന്ത്ലി ഒന്ന് കണ്ടക്ട് ചെയ്യാനൊക്കെ അവർ മതിയായിരിക്കുമല്ലോ. മീൻസ് ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. സോ ബാക്കിയുള്ള പ്രോഗ്രസ് ഒക്കെ നമുക്ക് ആ ഒരു സെക്ഷൻ കൊണ്ടൊക്കെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവും തോന്നുന്നു അങ്ങനെ ഒരു ബോർഡ് വന്നു കഴിഞ്ഞാൽ. അടിപൊളി. നല്ലൊരു ഇത് ഞാൻ ആലോചിക്കാത്തൊരു പോയിന്റാണ്. താങ്ക്സ് രാഹുൽ. ഓക്കെ, പിന്നെ നമ്മള് ഗുഡ്സിൽ വിട്ടുപോയത് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് അതാരും മെൻഷൻ ചെയ്തില്ല. ഗുഡ്സിൽ നമ്മൾ ആഡ് ചെയ്തില്ല. ഏത് വർക്ക്ഷോപ്പ്? സോറി, നമ്മുടെ കോഴിക്കോട് നടക്കാൻ പോകുന്നതല്ലേ? ഞാനും അതുകൊണ്ടാണ് പറയാത്തത്. നടക്കാൻ പോകുന്നതല്ലേ. ഇനിയിപ്പോ നടന്നിട്ട് കൊളായി കഴിഞ്ഞാൽ ബാഡിൽ പോവും, നല്ലതാണെങ്കിൽ ഗുഡിൽ പോകും. അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊല്ലത്തിലിടാം. അടുത്തൊല്ലത്തിലിടാതെ ഈ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും തോന്നുന്നു. ഹലോ, നമുക്ക് ഈ ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു മീറ്റിംഗ് വെക്കാം. മീറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവന്റ് വെക്കാൻ സാധ്യതയുണ്ട്. ഒരു ലിമിറ്റഡ് എമൗണ്ട് ആളുകൾ വെച്ചിട്ട് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇല്ലടാ, അതാണ് പ്രോബ്ലം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ചെയ്തിരുന്നു. പക്ഷെ അടുത്ത കൊല്ലം ഞാൻ വരുമോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. ഓക്കെ. പിന്നെ നമ്മുടെ പ്രൊജക്ട് ഇപ്പം ബിൽഡ് യുവർ എക്സ് എന്ന് പറയുന്നതും പ്രൊജക്ട്, ചില പ്രൊജക്ടുകളൊക്കെ ഭയങ്കര ഔട്ട് കുറെ കാര്യങ്ങൾ പഴയ ഒരു പ്രൊജക്റ്റായി കാണുന്നുണ്ട്. ഇപ്പം 8-9 വർഷം പുറകിലുള്ള പ്രൊജക്ട് കാണുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഗിറ്റപ്പിലെ റിസോഴ്സസ് കുറച്ചുകൂടെ അടുത്തുള്ള കുറെ പുതിയ കാലത്തുള്ള റിസോഴ്സസ് പ്രൊജക്ടുകൾ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാനും കുറച്ചുകൂടെ സുഖമാണ്. ഇത് ക്ലോൺ ചെയ്യുമ്പോഴും അത് പറയുന്ന ചെറിയ ചെറിയ ഡൗട്ടുകളുണ്ട്. പുതിയ പ്രൊജക്ട് പുതിയ കാലത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അത് പുതിയത് വരുന്നുണ്ട്. പക്ഷേ ഈ പഴയത് ഞാൻ ഇന്റൻഷനലി ചെയ്തത് തന്നെയാണത്. പഴയത് വെക്കുന്നതിൻ്റെ റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടിയും OG സാധനങ്ങൾ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതാണ്. അതിലപ്പം കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ചിലതിൽ ഇപ്പം ക്യൂ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. പക്ഷേ ക്യൂവിന് പകരം അവർ ഭയങ്കര വളഞ്ഞ കുറേ വഴികൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ ആ സെൻസിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ നീ പറഞ്ഞ പോയിന്റ് നല്ലതാണ്. നമുക്കത് കുറച്ചുകൂടി ബെറ്റർ ആക്കും. സോ ഹലോ സാറേ, പിന്നെ ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടൊരു ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ഇവന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, ഇതൊരു നല്ല പോയിന്റാണ്. എനിക്ക് എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ വേണം ഇതിന്. നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താലാണ് നിങ്ങളതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റും ചെയ്യണം. എനിക്ക് വെറുതെ ഇപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളൊരു ആക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ടൈപ്പ് ഓഫ് സാധനം നമുക്ക് വെക്കാം? ഈ ജിസോക്ക് പോലെ തന്നെ ജിസോക്കിന് ഇപ്പൊ നമ്മൾ ചെക്ക് പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തവർക്ക് മാത്രം പോയിന്റ് കൂടുന്നതും അങ്ങനത്തെ ചെക്ക് പോയിന്റുകൾ ഉണ്ടല്ലോ. അതേപോലെ അതിനുള്ള ടാസ്കുകൾ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ അല്ല, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ റോഡ് മാർക്സ് കൊടുക്കാൻ പറ്റിയ എനിക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഓരോ ആളുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് വേണ്ട കണ്ടന്റുകൾ മാത്രം ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലുള്ള. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് നമ്മളിങ്ങനെ വായിച്ച് കേട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ DSന്റെ വീഡിയോയിലും ചില ആൾക്കാർ ചെയ്യുന്നതിലൊരു പ്രോബ്ലം കണ്ടതാണ്. ഈ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സ് കാണുന്ന പോലെ തന്നെ അല്ലെങ്കിൽ റീൽസ് കാണുന്ന പോലെ തന്നെ വീഡിയോസ് കണ്ട് അങ്ങനെ പോകും. കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും, ഒക്കെ അടിപൊളി. വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അതുപോലെ മറന്നു. മറ്റേ ഇൻട്രൊഡക്ഷനെ കുറിച്ചുള്ള ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ ചിലപ്പം ആ സമയത്ത് ആ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ സമയത്ത് അത് വായിക്കുമ്പോൾ ഒക്കെ എനിക്കിതൊക്കെ അറിയാം, മനസ്സിലാവുമെന്ന് തോന്നും. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുമ്പം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും, ഒക്കെ ബ്ലാങ്ക് ഉണ്ടാവും. അപ്പം
ഈ പ്രോബ്ലം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു മീറ്റിംഗ്സ് തന്നെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മീറ്റിംഗ്സ് കമ്പൽസറി ആയിട്ട് വേണം. പക്ഷെ ആ മീറ്റിംഗിൽ നമ്മൾ എന്ത് പറയും എന്ത് ചെയ്യും എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പം ഈ ഒരു 1 അപ്പോൾ സെന്റൻസ് ഇതില് പറയുന്നതിനാണ് കൂടുതൽ പറയും. എന്റെ സജഷൻ ഇപ്പൊ ഇതിൽ കുറെ ആൾക്കാർ പല ഫീൽഡിലുള്ള ആളാണ്. ഇപ്പോൾ ഡാറ്റാ സയൻസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ സ്റ്റാക്കിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെയൊക്കെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകും, കുറെ ആൾക്കാർ മനസ്സിലാവും, അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, പറഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ വന്നത്. ഓക്കെ, പിന്നെ എൻ്റെ സജഷൻ ഇപ്പോൾ കറണ്ട് വേൾഡിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ടോപ്പിക് വെച്ചിട്ട്. ഐ മീൻ ഇപ്പോൾ ഒരു മൂവി സ്റ്റോറി, എന്തെങ്കിലും മൂവിന്റെ റിവ്യൂ എന്തെങ്കിലും പറയാം, അത് ഇംഗ്ലീഷിലാക്കി പറയാം, അങ്ങനെ ഒരു ഇവന്റ് ആയിട്ട് നടത്തുക. ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടായിരുന്നു? ഇതൊരു ക്ലബ്ബാണ്, ലൈക്ക് ഇന്റർനാഷണൽ ക്ലബ്ബാണ്. എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ എറണാകുളത്തും ഉണ്ട്, ബാംഗ്ലൂരിലും, അത്യാവശ്യം എല്ലാ സിറ്റീസിലും IT കമ്പനീസ് ഉള്ള മിക്ക സ്ഥലത്തുള്ള സാധനമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് പറഞ്ഞത്. മേ ബി നിങ്ങളാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക് പാർക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. പക്ഷേ ലൈക്ക് നമ്മളെ പോയിന്റ് എന്താ വെച്ചാൽ നമുക്കൊരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് സെഷൻ പോലത്തെ പരിപാടി ചെയ്യാം. ഇപ്പം പറഞ്ഞ പോലെ തന്നെ മേ ബി വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം നമുക്ക് ഒരു സെഷൻ വെക്കാം. അതിൽ ഒരു കുറച്ച് ആൾക്കാർ ലൈക്ക് നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക, എന്തോ ആവാം. മേ ബി ഒരു ഫിലിമിനെ കുറിച്ചാവാം, ബുക്കിനെ കുറിച്ചാവാം, ടെക് സ്റ്റാക്കിനെ കുറിച്ചാവാം, വാട്ട് എവർ ഇറ്റ് ഈസ് ഡസൻ മാറ്റർ. അതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കുക. മേ ബി ഒരു പ്രസൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡോക്സിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടോ വാട്ട് എവർ ഒക്കെ കാണിച്ചു കൊടുക്കുക. മേ ബി അങ്ങനെ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ വി വിൽ ലേൺ ഫ്രം ദാറ്റ്. മേ ബി 2-3 സെഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ്. ദാറ്റ് വുഡ് ബി നൈസ്. പിന്നെ ഇതേപോലെ ഈ സെഷൻസ് നടത്തുമ്പോഴേ എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വരും ബുദ്ധിമുട്ടാവില്ല. ഇപ്പൊ ആർക്കെങ്കിലൊക്കെ അത് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളിൽ നിന്ന് തന്നെ ലീഡേഴ്സ് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ 2-3 കോൾസിലൊക്കെ വേണമെങ്കിൽ ഞാൻ നിൽക്കും. പിന്നെ ഡെഫിനറ്റ്ലി ഐ നോ നിങ്ങളിൽ അടിപൊളിയായിട്ട് ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ള കുറേ ആൾക്കാർ, യു വിൽ ലീഡ് ഇറ്റ്. ഈ ലീഡർഷിപ്പ് സ്കില്ലും കൊണ്ടുവരണം എന്നുണ്ട്. എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻ ഇങ്ങനെ തലയിൽ കയറ്റാൻ മാത്രമല്ല, കാരണം അറ്റ് സം പോയിന്റ് നിങ്ങളൊക്കെ ലീഡേഴ്സ് ആവേണ്ടി വരാം. നിങ്ങൾ ഒരു ടെക് ലീഡ് ആവേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റോ സ്റ്റാഫ് എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ അല്ലെങ്കിൽ മേ ബി സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സ് CTO ഒക്കെ ആവേണ്ട ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഈ ഒരു സ്കിൽസ് കൊണ്ടുവരണം. അപ്പം നമ്മൾ സർ, ഹലോ സർ, ഞാൻ ഇംപ്രൂവ്മെന്റ്സ് അല്ല പറയുന്നത്. ഞാനിപ്പോ കമ്മ്യൂണിറ്റിയിൽ ന്യൂ മെമ്പറാണ്. ഒരു 2 ദിവസമായിരുന്നു, 2-3 ദിവസമായിരുന്നു. ഞാന് കറന്റ് ഒരു വെബ് ഡെവലപ്മെന്റ് ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മെയിൻ സ്റ്റാക്കിലാണ്. അപ്പോൾ എനിക്കിപ്പോ ഒരു പ്രൊജക്ടിന്റെ പ്ലാനിങ് ഒക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രൊജക്ട് ഐഡിയാസ് വല്ലതും പറയാൻ കിട്ടുമോ മെയിൻ സ്റ്റാക്കിൽ? ഇപ്പോൾ ഇതൊരു Q&A സെഷൻ അല്ല, നമ്മളിപ്പം റെട്രോസ്പെക്റ്റീവാണ് ചെയ്യുന്നത്. അപ്പം ഈ മീറ്റിങ്ങിന്റെ പരിധിയിൽ വിടുന്നതല്ല. പിന്നെ പ്രൊജക്ട് ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കോഡിൽ പോയി ചോദിച്ചു നോക്കുക. മീൻസ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ പോകാൻ നോക്കുക. പിന്നെ നമ്മളൊക്കെ പ്ലാറ്റ്ഫോമിൽ വേറെ കുറേ പ്രൊജക്ട്സ് ഉണ്ട്, പ്രൊജക്ട്സിന് നിൽക്കുക. അപ്പോൾ അത് നോക്കുക. ഓക്കെ, ഈ മീറ്റിംഗ് സ്ട്രിക്ട്ലി ഇപ്പം റെട്രോസ്പെക്റ്റീവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത പോയിന്റ്സ് ബാഡ് ഓർ ഇംപ്രൂവ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൂടിയും നമുക്ക് വീക്കോഡിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇപ്പം ഇവിടെ പാരലലി ആക്ഷൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും പറയാം. എന്തായാലും DSA വീഡിയോസ് കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ സ്ക്രീൻ ഇപ്പോൾ കാണുന്നില്ല. അപ്പം സ്റ്റാർട്ട്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഹൗ ക്യാൻ യു മാനേജിങ് ദീസ് ആർ വിത്ത് യുവർ ജോബ്? സത്യം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാ പറഞ്ഞല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഇൻസ്പിറേഷൻ ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ആക്ച്വലി ഒരു സർജറിയിലായിരുന്നു. സർജറി കഴിഞ്ഞു 2 മാസം റിക്കവറി പീരീഡിലായിരുന്നു. അപ്പം ഫുൾ വീട്ടിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം കിട്ടി. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ 2.0ന്റെ പണിയെടുക്കാനും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ടൈം അത്. പിന്നെയുള്ള സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാവർക്കും റെസ്പോൺസ് ഒന്നും കൊടുക്കില്ല. നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നത് ബിക്കോസ് യു ഗൈസ് ഹാവ് മെയ്ഡ് എ ഗുഡ് ഇംപ്രഷൻ. നിങ്ങളുടെ ലൈക്ക് ദ വേ യു ഗൈസ് ടോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്പിറേഷൻ, ഡ്രീംസ് കാര്യങ്ങൾ. ഇപ്പോൾ കുറേ 1-on-1 കോൾ വെച്ചൊക്കെ ആൾക്കാരൊക്കെ എല്ലാവരോടും ലൈക്ക് എനിക്ക് ഭയങ്കര ഹോപ്പോ അല്ലെങ്കിൽ പ്രതീക്ഷക്കുള്ള ആൾക്കാരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മോട്ടിവേഷനും ഇൻസ്പിറേഷനും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന പോലെ തന്നെ നിങ്ങളെക്കാളും 3 times 4 times ആൾക്കാരോട് ഞാൻ കമ്മ്യൂണിക്കേഷൻ വെക്കാറ് പോലും ഇല്ല. ചില ആൾക്കാരൊക്കെ വെറുതെ മെസ്സേജ് അയച്ചിട്ട് എന്താ പറയുക, എനിക്കൊരു 10 മറ്റേ ഐഡിയാസ് പറഞ്ഞതാ, അല്ലെങ്കിൽ
അങ്ങനെയൊക്കെയുള്ള ഓരോന്ന്. എനിക്കിപ്പോൾ എന്താ അടുത്ത മാസമാണ് ഞാൻ ഗ്രാജുവേഷൻ, എനിക്ക് 2ാമത്തെ മാസം ജോലി കിട്ടണം, ആ ജോലി ഇങ്ങോട്ട് എടുത്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ചില ആൾക്കാർ കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലൈക്ക് ഞാൻ ശരിക്കും അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത്. ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷൊന്നും ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ അറിയില്ല. പക്ഷെ അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചിട്ട് അവർ കുറേ ഇമ്പ്രൂവ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു ഗൈസ്. ലൈക്ക് നിങ്ങൾ എങ്ങനെയാണോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെസ്പോൺസും അങ്ങനെ കാര്യങ്ങൾ, അല്ലാതെ ഞാൻ എല്ലാവർക്കും അങ്ങനെ റെസ്പോൺസും കാര്യങ്ങളും കൊടുക്കാറ്. ഞാൻ മാക്സിമം എല്ലാവരും കേൾക്കും. ലൈക്ക് ഫസ്റ്റത്തെ കോൺവെർസേഷൻ ഞാൻ എല്ലാവരോടും നോക്കും. ലൈക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഞാൻ എപ്പോഴും ചോദിക്കും, ഹായ് എന്താ പർപ്പസ് എന്ന് ഞാൻ ആദ്യം ചോദിക്കും. ആ പർപ്പസ് കേട്ടിട്ടാണ് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യുക എന്താ. ഇപ്പം എനിക്ക് പറ്റാത്ത 2-3 കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് ചിലവ് ചോദിക്കും, ഞാനിപ്പം ഓൺലൈൻ മാസ്റ്റേഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ മാസ്റ്റേഴ്സ് ചെയ്യണോ, ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ആണ് പറയും. ഓക്കെ, ഈ ഒരു 3 ഇൻഫർമേഷൻ ചോദ്യം എന്താ വെച്ചാൽ ഓൺലൈൻ ചെയ്യണോ ഓഫ്ലൈൻ ചെയ്യണോ, കറൻ്റ്ലി വർക്കിംഗ് ആണ്. പക്ഷേ ഞാൻ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ വർക്ക് ചെയ്യുന്നത്, വർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്, സാലറി അത്യാവശ്യം ഉണ്ടോ, എന്തുകൊണ്ട് ഓൺലൈൻ ചെയ്യുന്നില്ല ഓഫ്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കോളേജസിൽ കിട്ടും, ഇതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പർലി ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ പറയും എനിക്കിപ്പോൾ അതൊന്നും പറയാൻ വയ്യ, ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ ചെയ്യണോ ഓൺലൈൻ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ചോദിക്കും IIT കിട്ടുകയാണെങ്കിൽ ഓഫ്ലൈൻ ചെയ്തോന്നല്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, അല്ലാതെ അപ്പം ലൈക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വെറുതെ മറ്റേ ChatGPT-നോട് ചോദിക്കുന്ന പോലെ ചോദിച്ച ആൻസർ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ആൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര പണി. സോ ബേസിക്കലി യു ഗൈസ് ആർ ലൈക്ക് ഓൺ മൈ ഗുഡ് ലിസ്റ്റ്. അതുകൊണ്ടാണ്. ഓക്കെ, മോർ അമൽ. സാർ ഒരു ചെറിയൊരു സജഷൻ ഉണ്ടായിരുന്നു സാർ. ഞാൻ കമ്മ്യൂണിറ്റിയിലോട്ട് അധികമായിട്ടില്ല. അപ്പൊ ഒരു ഫുൾ പിക്ചർ എന്താണ് ഡിസ്കോർഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓരോ ടാബ് അല്ല, അങ്ങനെ ഫുൾ ഇൻട്രോ അല്ല, ബട്ട് ടോട്ടൽ ഒരു ഓവർവ്യൂ ഉള്ളൊരു റൈറ്റപ്പോ അല്ലെങ്കിൽ ചെറിയ വീഡിയോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബിഗിനേഴ്സിന് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി പോലെയായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നാസ് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടിയെന്നും ഡിസ്കോർഡ് കമ്മ്യൂണിറ്റി എങ്ങനെ നാവിഗേറ്റ് ചെയ്യേണ്ടിയെന്നും ഒക്കെ വീഡിയോ ചെയ്യും. വേറെ എന്തൊക്കെയാണ് ഞാൻ ആക്ഷൻസിൽ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അടുത്ത കൊല്ലം ചെയ്യേണ്ടത് വീക്ക്? പിന്നെ ഇതേപോലെ ഇടക്കിടക്ക് ഓരോ സെഷൻ വെച്ചാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് അതൊക്കെ പറഞ്ഞിട്ട് ഇത് ഡെഫിനറ്റ്ലി നമ്മൾ ഇതെന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഓക്കെ, ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ പറയാൻ മിസ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, എനിക്കറിയാവുന്ന കുറച്ച് ആക്ഷൻസ് ആഡ് ചെയ്യാം. ആർക്കെങ്കിലും നമ്മളെ വല്ല പ്രൈസിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയണം? അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ബ്രോന്റെ സൈഡിൽ നിന്നൊരു റെഫറൻസ് പ്രോഗ്രാം കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ബ്രോനാകുമ്പോൾ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇത് എൻ്റെ പ്ലാനിലുള്ള സാധനമാണ്. ഇതും ഒരു സർപ്രൈസ് പോലെ ഞാൻ വെക്കുന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ ഗ്യാരണ്ടി തരാൻ പറ്റില്ല, അതാണ് പ്രോബ്ലം. ഇപ്പം ഇവിടെ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമാതിരി നമ്മുടെ കമ്പൾസറി ആയിട്ട് ഞാൻ ഇപ്പം ഡോക്യുമെന്റ് ചെയ്യുന്ന എല്ലാ സാധനം കമ്പൾസറി ആയിട്ട് 2026 ചെയ്യണം എന്നുള്ള ആഗ്രഹം. റെഫറൽ പ്രോഗ്രാം ഞാൻ എനിക്ക് അറിയാവുന്ന HRസും ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനീസിലെ HRസൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു എന്താ വെച്ചാൽ അവരുടെ ചോദ്യം നമ്മളിപ്പോൾ അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മളപ്പോൾ ഒരു ഹെഡ് ഹണ്ടിങ് കമ്പനി പോലെയൊക്കെ, അതായത് നമ്മൾ കുറച്ച് ആൾക്കാരെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ കമ്പനീസ് ഉണ്ടല്ലോ, ഈ ഏജൻസീസ് ഒക്കെ പോലെ. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് മിക്ക കമ്പനീസും നമ്മളെ കാണുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു അപ്രോച്ച് വേണ്ട. അതിന് 2-3 പ്രോബ്ലം ഉണ്ട്. ഒന്ന്, നമ്മളൊരു 10 ആൾക്കാരെ അവരെ റെഫർ ചെയ്താണ്ട് അവർക്ക് 10 പേർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയും കിട്ടും, അതൊന്ന്. രണ്ടാമത്തേത്, നമ്മളൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഈ ആൾക്കാരെ എത്തിച്ചു കൊടുക്കുന്ന ആ പരിപാടി ചെയ്യുന്ന ഇൻസ്റ്റഡ് നമുക്കൊരു ബ്രാൻഡ് വാല്യൂ കൊണ്ടുവരണമെന്നുണ്ട്. അതായത് വീക്കോഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ആവും എന്നുള്ളൊരു വിശ്വാസം കമ്പനീസിനും വരണം, എനിക്കും വരണം, നിങ്ങൾക്കും വരണം. അപ്പം ഈ ഒരു സംഭവം നടക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് എത്തുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഓൾറെഡി അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ലോങ് പ്രോസസ്സാണ് ഈ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതും. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ പോലത്തെ കുഞ്ഞു ആൾക്കാർ വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി തരാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വൺ ടൈമേ നമുക്ക് തരുള്ളൂ. അപ്പോൾ ആ വൺ ടൈം നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാഹ് ആ ലെവലെത്തും നമ്മൾ ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് അറിയാവുന്ന റെഫറൻസൊക്കെ നമ്മൾ ലിങ്ക്ഡിനിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലൈക്ക് നമ്മളെ ഫ്രണ്ട്സ് തന്നെ വേറെ കമ്പനീസിൽ നിന്നൊക്കെ അവരുടെ വല്ല റെഫറൻസും കാര്യങ്ങളൊക്കെ അവർ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റീപോസ്റ്റും റീഷെയറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിലെ വീക്കോണിൻ്റെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ റെഫറൽ ജോബ്. ബട്ട് ആക്ച്വലി 1-to-1 റെഫറൽ പരിപാടി നമ്മൾ തുടങ്ങും മേ ബി 2027.
നമുക്ക് അടുത്ത കൊല്ലം ഡിസ്കസ്. എനിത്തിങ് മോർ? അടുത്ത വർഷം തൊട്ട് നാസ്.ഐഒന്റെ റേറ്റ് കൂടുമോ? അപ്പം 50 രൂപയെന്ന് മാറ്റി 79 മാറുമെന്ന് കണ്ടായിരുന്നു. 79. ആക്ച്വലി അതന്നെ ഞാൻ, കാരണം അവര് പറയുന്നത് എന്താ വെച്ചാൽ 79 രൂപ നമുക്ക് പറ്റത്തില്ല, മിനിമം 500 വെച്ച് തുടങ്ങണം, അത് ഇതെന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ മറ്റേ 3 ലെവലിൽ ഓഫ് സാധനം വെച്ചാൽ അതിൽ ഒന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ 500ൻ്റെതേക്കാരുള്ളത്. അത് അവരെയും സാറ്റിസ്ഫൈ ചെയ്യും, നമുക്കും സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ വെച്ചതാണ്. ഓൾസോ ആസ് എ കമ്മ്യൂണിറ്റി ഫൗണ്ടർ ഞാൻ അവർക്ക് വർഷം എത്രയാ 30,000 40,000 പൈസ അങ്ങോട്ട് കൊടുക്കും വേണം. അപ്പം ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് പക്ഷേ എനിക്കിപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, കാരണം അതിലുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. എസ്പെഷ്യലി നമ്മളെ ചാലഞ്ച്, എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ആ ചാലഞ്ചസ്. അപ്പോൾ ആ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളങ്ങനെ വെക്കുന്നത്. വേറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? ഇപ്പോൾ കറൻ്റ്ലി ഇല്ല ഇങ്ങനെ സാധനങ്ങൾ തരാൻ പറ്റുന്ന ഞാൻ പറയില്ല ചാലഞ്ചസ്. എനിക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യും, അതാണുള്ള ഒരു ആൾട്ടർനേറ്റീവ്. നമ്മൾ വീക്കോട് നമ്മൾ തന്നെ ഒന്ന് സാധനം ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് ബാക്കെൻഡും കാര്യങ്ങളൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യും. ആൻഡ് വി ട്രൈഡ് ദാറ്റ്. ആക്ച്വലി ദിസ് ഇയർ നമുക്കൊരു ടെക് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഡെഫിനറ്റ്ലി ടെക് ടീമിൽ നമ്മൾ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് അതിനത്രയും ടൈമും കാര്യങ്ങളും കിട്ടിയില്ല മാനേജ് ചെയ്യാനും നോക്കാനും. ഇതൊക്കെ കാരണം കുറേ ആൾക്കാർ ബിഗിനേഴ്സും ആണ്, അപ്പോൾ അവർക്ക് അങ്ങനെ ഡെയിലി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം എൻ്റെ അടുത്ത് ഇറ്റ് വാസ് എ ഫെയിലിയർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബാഡ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയൂല, അതിനുള്ള ടൈം എൻ്റെ അടുത്തില്ല എന്നുള്ളത്. മേ ബി വി ആർ വർക്കിംഗ് ഔട്ട്. മേ ബി നിങ്ങളിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ ലീഡർഷിപ്പ് സ്കിൽ പോലെ കൊണ്ടുവന്നാൽ നമുക്കത് ചെയ്യാം. അതുപോലെ വേറൊരു സാധനമായിരുന്നു, മറ്റേ ബസ് ട്രാക്കിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനും എനിക്കൊരു ടീം ലീഡിനെ കിട്ടിയില്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചു, പക്ഷേ കുറേ പേർക്ക് അതിനുള്ള കോൺഫിഡൻസും ഇല്ല. അപ്പം അഗെയിൻ ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ പക്ഷേ ബസ് ട്രാക്കിങ് എന്തായാലും ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യും. അത് 2-3 ആൾക്കാർ നമ്മളെ കൈൻഡ് ഓഫ് ചാലഞ്ച് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കമ്പനീസ്, ഒരാൾ സ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു, മറ്റാൾ എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പൈസ തരാം അവർക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ പറ. ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കുറെ ആൾക്കാർക്ക് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാറുള്ള അക്ഷയൻ്റെ വോയിസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല, സോറി മാൻ. ഒന്നുകൂടി പറയോ? കുഴപ്പമില്ല, ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പോൾ കുറെ ആൾക്കാരുണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ. അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ കുറെ ടെക്സ്റ്റാക്കിൽ വർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ പറയുന്നത്, അതോ ഓപ്പൺ സോഴ്സ് പോലത്തെ സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ? അതെ, അങ്ങനെയും പറയാം. സ്റ്റാർട്ടപ്സിലേക്ക് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്സിലേക്ക് KPHൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഫീലിക്സ് നടത്തുന്നത്. അപ്പം അതുപോലത്തെ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഞാനും പിന്നെ അതിൻ്റെ മേലെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ മെയിൻ നോളേജ് അല്ലെങ്കിൽ സ്കില്ല് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഒന്നാമത് ഈ ഇൻഡസ്ട്രി സൈഡ് മിനിമം ഒരു 10 lakhിൻ്റെ അബവ് പാക്കേജ് എന്നുള്ള കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈ സ്ട്രോങ്ങസ്റ്റ് സ്കിൽ. ആറ്റ് നമ്മുടെ കേരളത്തിൽ ആരും ഇത് ചെയ്യുന്നില്ല, എനിക്ക് ഡെഫിനറ്റ്ലി ഷുവറാണ്. ആരും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല. കുറേ കോഴ്സ് കൊടുത്ത ആൾക്കാരെ ഇതാക്കാന്നല്ലാതെ ഇങ്ങനെ ആരും ചെയ്യുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഓപ്പൺ സോഴ്സ്, കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ടൈപ്പ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മോർ ടെക് എന്നുള്ള പരിപാടികൾ കൊണ്ടുവരാം ഡെഫിനറ്റ്ലി. പിന്നെ അതേപോലെ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ആവശ്യമായ ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ്. സോ അതിലിപ്പോൾ നമ്മൾ DSA ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. DSA ലീഡ് ടൈപ്പുള്ള വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് DSA കൂടാതെ തന്നെ? DSA കൂടാതെ പിന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം അല്ല, ഞാൻ എന്താ വെച്ചാൽ കമ്പനീസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നും കൂടിയാണ് ആലോചിക്കുന്നത്. അപ്പം കമ്പനീസ് കൂടുതൽ ചോദിക്കുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് ചോദിക്കുന്നത് മൊത്തം DSAയും, സർവീസ് ബേസ്ഡ് ചിലപ്പം ക്വാണ്ടിറ്റേറ്റീവും ചോദിക്കും, ചിലപ്പം DSAയും ചോദിക്കും. അപ്പം ഞാൻ സർവീസ് ബേസ്ഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത്ര ഫോക്കസ് ചെയ്യാറുമില്ല. അതുകൊണ്ടാണ് DSAയിൽ മാക്സിമം പുഷ് ചെയ്യുന്ന DSAക്ക് അതിന് വേണ്ടിയിട്ടാണ്. DSA അത്യാവശ്യം വലുതാണല്ലോ, അപ്പം അതാണ് ഇപ്പോൾ അതിൽ നിൽക്കുന്നത്. ബട്ട് മേ ബി നമുക്ക് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് ടൈപ്പ് പരിപാടികൾ കൊണ്ടുവരാൻ പറ്റും, നമ്മളെ ഹാക്കർ റാങ്ക്, കോഡ് ഷെഫ് ഒക്കെ പോലത്തെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇൻഡിവിജ്വൽ കാര്യത്തിലേക്ക് പോയാലോ? സാർ, ഈ പുതിയതായിട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരുടെ ടാർഗറ്റ് ഗോളിലേക്ക് എത്തേണ്ടത്, അങ്ങനെയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും?
ആക്ഷൻസിലെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. പിന്നെ ഈ ലോജിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി കൊണ്ടുവന്നാൽ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലേ? ലോജിക്കൽ തിങ്കിങ്ങും ഞാൻ DSന്റെ പാർട്ടായിട്ടാണ് കാണുന്നത്. വേറെ എന്താണ് വേണ്ടിയത് അതിന്? എന്ത് ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന? നിങ്ങൾ ഇടക്കിടക്ക് ഓരോ ഇതിട്ടില്ലേ, റിയൽ വേൾഡ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അതിന്ന് അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട്. ഓക്കെ, ഇപ്പം കൈൻഡ് ഓഫ് ലൈക്ക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ബട്ട് നോട്ട് ഡയറക്ട്ലി DSA അങ്ങനെയല്ലേ? ഓക്കെ, ഞാനത് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്ലേസിലവിടെ ഒന്ന് വിളിച്ചാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അവരെങ്ങനെയാണ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ. അടുത്ത കൊല്ലത്തെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ, അവൻ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് വന്നിട്ട് ചെയ്യുന്ന സാധനമാണ്. സോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ പോഡ്കാസ്റ്റ് ഞാനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ, അറിയാം. അപ്പം നിങ്ങൾ വേഗം പോയിട്ട് പ്ലേസ്മെന്റ്സ് മേടിച്ചിട്ട് വരൂ. എന്തെങ്കിലും ഉണ്ടോ ഇനി? അതുപോലെ ഈ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ അവര് റൈറ്റ് ട്രാക്കിലാണോ പോകുന്നതെന്ന് നോക്കാനും, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ അഡ്വൈസും, അല്ലെങ്കിൽ അവർ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തതെന്ന് ഷെയർ ചെയ്താൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പോകരുത്, അങ്ങനെ ഒരു അതിനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് അറിയാം. സർ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് പല സ്ട്രാറ്റജീസ് ആയിരിക്കുമല്ലോ അവർ യൂസ് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ അവർക്ക് 4 ഇയർ ഉണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഓരോരോ കാറ്റഗറി വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന. ഇത് ആക്ച്വലി ഇംപ്രൂവ്മെന്റ് അല്ല, ഇതെനിക്ക് ഇംപ്ലിമെന്റ് ചെയ്തേ മതി. സോ ഐ നീഡ് ലീഡേഴ്സ്. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും സെറ്റാക്കും. ആക്ച്വലി ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, പുറത്ത് ഒരാളെ മടിയാണ്. പിന്നെ 3/4 ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിട്ട് അവിടെ. ഈ ഇൻട്രോവേർട്ട് പരിപാടി ഞാൻ പറഞ്ഞത് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കുറച്ച് പാടായിക്കാരം നമ്മളുടെ ലൈക്ക് ഫ്യൂച്ചർ ലൈഫിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ. ഞാനിപ്പം നിങ്ങൾ ഇപ്പം ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും കാണുന്ന ആൾ, ഞാൻ ശരിക്കും നല്ലൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മളുടെ പല സ്റ്റേജസ് ഓഫ് ലൈഫിൽ നമ്മൾ ചില സമയത്ത് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നേ മതിയാവും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ബാക്കിയുള്ള ആൾക്കാർ ബാക്കിലിട്ടിട്ട് അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളും സ്കില്ല് കുറവായിക്കാരും, നമ്മളെക്കാളും നോളജ് കുറവായിക്കാരും, പക്ഷെ അവർ മുന്നിൽ എത്തി പോകുന്ന കാണാം. സോ at some point you guys have to break that and learn and do stuff that is needed. So yeah, ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ ഞാൻ വീക്കോണിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, പിന്നെ കുറച്ച് മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ, മാത്സ് ഇപ്പൊ ഡെവലപ്മെന്റിനുള്ള മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് പ്രോഗ്രാംസ് കൊണ്ടുവരാൻ പറ്റുമെന്ന്. മാത്സ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശം വാട്ട് കൈൻഡ് ഓഫ് മാത്സ്? ഇപ്പൊ DSA കുറച്ച് ഇപ്പൊ ഞാൻ കൊമേഴ്സിൽ നിന്ന് പിന്നെ സ്വിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാത്സ് ഒന്നും അത്ര സെറ്റ് ആവുന്നില്ല. അപ്പൊ അതേപോലെ ഇപ്പൊ ഡെവലപ്മെന്റിലേക്ക് ഇപ്പൊ കുറച്ച് ഡെവലപ്പേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്താ അറിയോ, ഒന്നാമത് അങ്ങനെ മാത്സ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ മാത്രമുള്ള ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിങ്ങിലോ DSAയിലോ ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആ കാൽക്കുലേറ്റർ ആപ്പിൽ തന്നെ ഇപ്പോൾ ഈ ഫാക്ടോറിയലും പിന്നെ വേറെയുള്ള കുറേ കുറച്ച് മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിന് നമുക്ക് ചിലപ്പം ഒരു ആൽഗോരിതം യൂസ് ചെയ്യേണ്ടില്ല, പ്രോപ്പർ ഡയറക്റ്റ് +2 സയൻസിലെ മാത്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിങ്ങിൽ ആ സാധനം കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ നമുക്ക് പഠിക്കാൻ, ടു ബി ഓണസ്റ്റ്, മോസ്റ്റ് ഓഫ് ദ മാത്സ് നമ്മളെ ലൈഫിൽ തന്നെ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഈ മറ്റേ +9, +10, +1, +2 ഈ ഒരു സമയത്ത് പഠിച്ച സാധനങ്ങൾ തന്നെ ഉള്ളൂ മെജോറിറ്റി. പിന്നെ നമ്മൾ ലൈക്ക് ഭയങ്കര ഡീപ്പ് ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ ഡീപ്പ് ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ വേറെ കേസ്. ബട്ട് ഞാൻ പറയുന്നത് മെജോറിറ്റി ഒരു 80-90% ഓഫ് ഈ ഹൈസ്കൂൾ പഠിച്ച സാധനങ്ങൾ. ഓക്കെ, ലാസ്റ്റ് 1 മിനിറ്റ് കൂടി എന്തെങ്കിലും ഉണ്ടോ? ഈ ജോബ് ഹണ്ടിങ്ങിനെ കുറിച്ചും അതേപോലെ നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് നല്ലതാവും തോന്നുന്നുണ്ട്. ഇങ്ങനൊരു ടാബ് വരുന്നുണ്ട് നമ്മളുടെ പുതിയ സാധനത്തിൽ. ഇപ്പം ഇവിടെ ഹൗ ടു അപ്ലൈ ഫോർ ജോബ്സ്, ഹൗ ടു ഗെറ്റ് ജോബ് ആഫ്റ്റർ എ കരിയർ ഗ്യാപ്പ്, പിന്നെ എന്താ ഉള്ളത്, എങ്ങനെ റെസ്യൂമേ, സ്ട്രോങ് ലിങ്ക്ഡിൻ പ്രൊഫൈല്, റിക്രൂട്ടേഴ്സിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നോ ഹാൻഡിൽഡ് ആണ്. കാരണം ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ ജനറേറ്റ് ആണ്. ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇൻഡിവിജ്വലി ആയിട്ട്. അപ്പം അടുത്ത 2.0 അതുണ്ടാവും. മോക്ക് ഇന്റർവ്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റിയ മോക്ക് ഇൻ്റർവ്യൂസ് ആക്ച്വലി ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് അങ്ങനെ എല്ലാവരോടും പറയാറില്ല.
മോക്ക് ഇൻ്റർവ്യൂസിൻ്റെ രണ്ട് പ്രോബ്ലം ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂസിന് നല്ല എനർജി, നല്ല ടൈം എൻ്റെ സൈഡിൽ നിന്ന് പോകും. സെയിം ഫോർ ദ ഗൈസ് കമ്മിങ് ഫ്രം ദെയർ. അപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോക്ക് ഇൻ്റർവ്യൂ എടുത്ത ഒരാളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള. ഹി വാസ് ഇൻ്റർവ്യൂയിങ് ഫോർ ഗൂഗിൾ. അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സ്കെഡ്യൂൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ ഒരാഴ്ച ഫുള്ള് ഫേസ്ബുക്കിൻ്റെ ഇൻ്റർവ്യൂ, അടുത്ത മാസം ഗൂഗിള്, വേറെ മാസം. അപ്പം അങ്ങനെയുള്ളതുണ്ടാകുമ്പം എനിക്കൊരു മോട്ടിവേഷനാണ് അപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത് കൊടുക്കണം. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു 4-5 സെഷൻസ് ഓഫ് മോക്ക് ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്തു. സോ അതുപോലെ തന്നെ വേറെയുള്ള ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ വയ്യ, പക്ഷേ നല്ല കിടിലൻ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ എന്നവർക്കൊക്കെ ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അങ്ങോട്ട് പറഞ്ഞെടുത്ത് കൊടുത്തിട്ട് എനിക്കിത് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ കുറേ പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് വെറുതെ വന്നാണ്ട് ഇപ്പം ഈ 4 മണിൻ്റെ മീറ്റിംഗ് ലാപ്ടോപ്പും തുറന്ന് വന്നിരിക്കാനില്ല. എനിക്കും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം, ഏത് റൂട്ടിലൂടെ അത് ചോദിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ്. ഇപ്പം ലീഡ് കോഡിലൊരു ക്വസ്റ്റ്യൻ എടുത്താണ്ട് നേരെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇറ്റ് ഡസൻ ഹെൽപ്പ്. ഓക്കെ, ലീഡ് കോഡിലെ ക്വസ്റ്റ്യൻ നേരെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീഡ് കോഡിൽ ചെയ്താൽ മതിയല്ലോ. പക്ഷേ നമ്മളതൊരു എങ്ങനെയാണ് ആക്ച്വൽ കമ്പനീസിൽ ഇരുന്ന് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഈസി ക്വസ്റ്റ്യൻ അതെങ്ങനെ മീഡിയം ഹാർഡ് ലെവലിലേക്ക് ആ ക്വസ്റ്റ്യൻ മാറ്റും, അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഇടാനും കൂടിയും പഠിക്കണം. അപ്പം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പം ഇൻറ്റൻഷനലി ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും, പറയാൻ മറന്നുപോയ രീതിയിലേക്ക് നമ്മൾ ചോദിക്കും. അപ്പം കാൻഡിഡേറ്റ് നമ്മളോട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നല്ല പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്ര ടൈം ഇല്ല കയ്യിൽ. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു കമ്പനീൻ്റെ ഇൻ്റർവ്യൂസ് ലൈനപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മോക്ക് ഇൻ്റർവ്യൂ എടുക്കും. മോക്ക് ഇൻ്റർവ്യൂ ഞാൻ നല്ല കഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞ അവൻ്റെ ഇൻ്റർവ്യൂസിനൊക്കെ കണ്ടിട്ട് ഞാൻ രാത്രി ഇരുന്നിട്ടുണ്ട്. ഞാൻ രാത്രി ഇരിക്കുമ്പോൾ പറയുമ്പോൾ അവൻ്റെ രാത്രി മീൻസ് അവൻ നാട്ടിലപ്പോൾ 2 മണി മീൻസ് പാതിരാത്രി 2 മണിക്ക് 1 മണിക്ക് അവനിരുന്ന് മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണി 6 മണിക്ക് ചെയ്തിട്ടുണ്ട്. വി വിൽ പുട്ട് ഓൾ ദ എഫേർട്ട്. ഓക്കെ, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാം ഞാൻ ചെയ്യും. ലൈക്ക് എല്ലാവരും ആ ലെവലിൽ എത്തുന്ന സമയത്ത് ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. അതുപോലെ തന്നെ ഇതുപോലുള്ളവരുടെ റെസ്യൂമേയും കൂടി ഷെയർ ചെയ്തതിന്റെ കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്യാം. അത് ചിലപ്പോൾ നമ്മളെ ഡിസ്കോഡിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ വല്ല പ്ലേസ്മെൻറ്റ് പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് അവൻ്റെ പേര് നമ്മളെ ഡിസ്കോഡിൽ സെർച്ച് ചെയ്ത് അവൻ തന്നെ റെസ്യൂമേ ഷെയർ ചെയ്തിട്ടുണ്ടാവും അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ അവനും ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇനി നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ്ലി ആൻഡ് ഇൻറ്റൻഷനലി റെസ്യൂം ഇത് നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇതിപ്പം വീക്കോഡ് മാത്രം നന്നായാൽ പോരല്ലോ, നമുക്ക് എല്ലാവർക്കും ഒന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയുള്ള പോയിന്റ്സിൽ നിങ്ങളുടെ കാര്യമാട്ടോ പറയണ്ടേ. ഇറ്റ് ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ടു വീക്കോഡ് എനിവേസ്. ആൻഡ് ഇത് ഇപ്പോൾ പോയിന്റ്സ് പറയുമ്പോൾ ചിലത് നിങ്ങൾക്ക് ഭയങ്കര പേഴ്സണൽ സാധനമായിരിക്കും. അപ്പം ബട്ട് യു ക്യാൻ ടെൽ ഇറ്റ് ലൈക്ക് ഇൻ എ ജനറിക് വേ. മേ ബി ലൈക്ക് നിങ്ങൾക്കൊരു ജോബ് കിട്ടിയെന്നല്ല, നിങ്ങൾക്കിപ്പോൾ കമ്പനിയോ മറ്റു സാധനങ്ങളൊന്നും പറയാൻ താല്പര്യം, ഒരു ജോലി കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ ജനറിക് ആയിട്ട് പറയാം. ഇഫ് യു വാണ്ട് ടു ഷെയർ സംതിങ് മോർ പേഴ്സണൽ യു ക്യാൻ ഷെയർ ദാറ്റ് ഓൾസോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമാവില്ല അത് ഉണ്ടാവുക, ബാക്കിയുള്ള ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് ലൈക്ക് നിങ്ങളെ അതേ സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഈ കോളിലൂടെ മീറ്റ് ചെയ്യണം. സോ അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളുടെ ലൈഫിൽ ഓരോ ഗുഡ് ബാഡ് ഇമ്പ്രൂവ്മെന്റ്സ് ആൻഡ് 2026 എന്തൊക്കെ ചെയ്യും? സന്ദീപ്. ഹലോ. ഓക്കെ, എൻ്റെ ലൈഫിൽ ഞാനിപ്പം പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് 1-to-1 സെക്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ട്രാക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഒരു ദിവസം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വിത്ത് ടൈം. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ഒരു കാര്യത്തിന് എത്ര ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു എൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിലൂടെ ഞാൻ പോയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. സോ വേറെ ആളെ ബ്ലെയിം ചെയ്യാണ്ട് നമ്മുടെ പ്രശ്നങ്ങളെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. സോ അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ടൈം ട്രാക്കിങ്. സോ അതാണ് ഗുഡായിട്ടുള്ളൊരു കാര്യം. വേറെ പറയാനുണ്ടോ ബാഡോ ഇമ്പ്രൂവ്മെന്റ്സോ ആക്ഷൻസോ എന്തെങ്കിലും അതും പറഞ്ഞു? ബാഡായിട്ടുള്ള മീൻസ് എൻ്റെ ഗോൾസുകളൊന്നും ഞാൻ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ 2026 എനിക്ക് ജോലിക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. ഒരു ഗോൾ അച്ചീവ് ചെയ്തില്ല എന്നാണോ അതോ എല്ലാ ഗോൾസിലും ഒന്നും അച്ചീവ് ചെയ്തില്ല? അല്ല, എൻ്റെ മെയിനായിട്ടുള്ള 2 ഗോളായിരുന്നു. ഞാനിപ്പോൾ ഒരു ബൂട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആക്കി ഒരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു. 2 ഗോളാണ് മെയിനായിട്ട് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് 2 എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതൊരു ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പ്രൂവ്മെന്റ് സെഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈം ഒരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്, ടൈം ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പം പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിപ്പം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് തന്നെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നമ്മളൊന്ന് ഒരു ഫീഡ്ബാക്ക് സെഷൻ പോലെ നമ്മൾ തന്നെ ഒരു 15 മിനിറ്റ്സ് എൻഡ് ഓഫ് ദി ഡേ ചെയ്യുന്നു. അതുപോലെ വീക്ക്ലി ചെയ്യുന്നു, മന്ത്ലി ചെയ്യുന്നു. സോ ഇത്
ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയി എനിക്ക് തോന്നി. സോ അതാണ് ഞാൻ ഇംപ്രൂവ്മെന്റ്സ് നെക്സ്റ്റ് ഇയറിൽ ഒരു നമ്മളിപ്പോൾ കമ്പനീസിലൊക്കെ നമ്മൾ ഡെയിലി സെഷൻസ് തന്നെ പറയാം. അപ്പോൾ അതുപോലെ ഒരു 15 മിനിറ്റ് സെൽഫ് റിഫ്ലക്ഷൻ, ഒരു 15 മിനിറ്റ്സ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഗുഡായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് എൻ്റെ ഹാബിറ്റ്സുകൾ ചേഞ്ച് ആക്കി എന്നുള്ളതാണ്. അപ്പം ഞാൻ ബുക്ക് റീഡ് ചെയ്യാൻ തുടങ്ങിയ വ്യക്തിയാണ്. സോ നല്ല നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ, ഹെൽത്ത് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ സൈഡിൽ കൂടെ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ആയിട്ടുണ്ട്. ബട്ട് എൻ്റെ മേജർ ഗോളുകൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു പാടായിട്ട്. നമുക്ക് ഗോൾ ഈ പ്രാവശ്യം സെറ്റ് ചെയ്യുന്ന ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, പുതിയ ഹാബിറ്റ് കൊണ്ടുവന്നു, ടൈം ട്രാക്കിംഗ് ചെയ്തു. ഓക്കെ, ടൈം ട്രാക്കിങ്ങിൻ്റെ പോയിന്റ് വന്നപ്പം ബാക്കിയുള്ളവരോട് ചോദിക്കാനുള്ളത്, ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാഡിലാണോ ഉള്ളത്, അതോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെഷനിലാണോ, ഗുഡാണോ? 2026 അത് ഇമ്പ്രൂവ് ചെയ്യാൻ വല്ല പ്ലാൻ? എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ. ഞാൻ ഇത് ഒരാളെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ പോയിന്റ്സ് ആയിട്ടല്ല എഴുതുന്നത്. ഇതിൽ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ എല്ലാവരും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട രീതിയിലാണ്. ഹെൽത്തിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതും നിങ്ങളൊന്ന് ഓർത്തിട്ട് പറയണേ. നിങ്ങൾ നല്ല ഫുഡാണോ കഴിക്കുന്നത്, നല്ലപോലെ ഉറങ്ങുന്നുണ്ടോ, വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതും നമ്മളുടെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഹെൽത്ത് എന്നായാലും നിങ്ങളെ ബുദ്ധിയും വർക്കാവുള്ളൂ. പിന്നെ എൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞാല്, ഞാൻ കുറെ ഡൊമൈന് നോക്കുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിസ്റ്റ്, AI, ഇങ്ങനെ കുറെ ഡൊമൈൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഡൊമൈൻ ചൂസ് ചെയ്തിട്ട് അതിൽ പ്രൊജക്റ്റ് ചെയ്യാനില്ല, അതിനുള്ളൊരു ഇത് കിട്ടണില്ല. അതൊരു ബാഡ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. ഞാനിപ്പോൾ 4th ഇയർ ആണ്, BTech 4th ഇയർ ആണ്. പിന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ കുറെ ടൂൾസുകളൊക്കെ പഠിച്ച്, പക്ഷെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. എങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള റൂട്ട് മാപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ പോകേണ്ടത്, ഒരു ടൂൾസ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടണില്ല. അതൊരു ബാഡ് ആയിട്ടുള്ള. ഞാൻ ഇപ്പൊ അടുത്താണ് 2-3 ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് വീക്ക് കൊടുക്ക്. ഇപ്പൊ ഞാനിപ്പോ പൈത്തന്റെ ആ സെക്ഷന് ഒന്ന് നോക്കി വരികയാണ്, ഇപ്പൊ പഠിച്ചു വരികയാണ്. അതിൽ കുറെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് വരികയാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഞാന് പൈത്തൺ കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കാൻ. പിന്നെ അതേപോലെ ജിസോക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് 2026 സാറിന്റെ ഇതില്. ഗ്രേറ്റ്, അടിപൊളി. അപ്പം ജിസോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ബട്ട് നമുക്ക് ആക്ഷൻസ് എന്തായാലും ലാസ്റ്റ് സംസാരിക്കാം. പക്ഷെ നല്ലൊരു പോയിന്റ് ആണ് ഇപ്പം ഷെരീഫ് പറഞ്ഞത്. ടു മച്ച് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ഡെഡ് ലൈൻ ഒക്കെ ഫിക്സ് ചെയ്യുന്നതിൽ ഇപ്പം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, 6 മാസം കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്തണം. പക്ഷെ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 6 മാസത്തിലോട്ടായി പോകും, വീണ്ടും 6 മാസം, അങ്ങനെ ഒരു മൈൻഡിലോട്ട് മാറിപ്പോകും. ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നതിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ആക്ഷൻസിൽ ഞാൻ പറയാം. കൺസിസ്റ്റൻസി പൊട്ടിപ്പോകുന്നുണ്ട്. ചില നല്ല കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതൊരു ഗുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ്. ചില കാര്യങ്ങൾ ഇനി ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, ഉള്ള സിറ്റുവേഷൻ വെച്ച് തുടങ്ങി. പിന്നെ കൺസിസ്റ്റൻസി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടെക് പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് അത് കണ്ടിന്യൂസ്ലി കുറച്ച് 1% ഇംപ്രൂവ്മെന്റ് എന്നുള്ളതൊക്കെ അറിയാമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ, അതോ എപ്പോഴെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കൺസിസ്റ്റൻസി എവിടെയെങ്കിലും പൊട്ടിപ്പോയാൽ പിന്നെ വലിയൊരു ലോങ് ബ്രേക്ക് ആയി പോകും. പിന്നെ രാഹുൽ, സോ ഞാൻ ബ്രോഡ് ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു പാസ്റ്റ് 7-8 മന്ത്സ് കൊണ്ട് ബ്രോഡ് മെമ്പർ ആണ്. സോ അപ്പോ ബ്രോഡ് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് DSAയുടെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി. സോ എന്റെ ഒരു ഗുഡ് സൈഡ് പറയാനാണെങ്കിൽ, ആക്ച്വലി ഞാൻ BCom ആണ് പഠിച്ചത്. അപ്പോൾ 2025 ഞാൻ എന്റെ ഡെവലപ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിൽ എനിക്ക് പാസ്റ്റ് 6 മന്ത്സിൽ എനിക്കൊരു 197 ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട്. അറൗണ്ട് ഒരു 6 days എന്തോ മാത്രമേ എനിക്ക് ഡെയിലി കൺസിസ്റ്റന്റ് ആവാണ്ട് ചെയ്യാണ്ട് പറ്റാതിരുന്നിട്ടുള്ളൂ. ബാക്കിയൊരു ഈ ഒരു പാസ്റ്റ് 6 മന്ത്സിൽ എനിക്കൊരു 197 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇയറിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം എല്ലാ ദിവസവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ കോൺട്രിബ്യൂട്ട് നോക്കുന്നത്. സോ ചില ദിവസം ഞാൻ ഈ വർഷം അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2025 തുടക്കത്തിലാണ്. അപ്പൊ തുടക്കത്തിൽ നമുക്ക് DSA ഒന്നും പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനൊരു 6 മന്ത്സ് ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ DSAയിലേക്ക് ഇരിക്കുന്നത്. അപ്പോ ഞാൻ അന്നേരം തൊട്ടാണ് ഈ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരണം, ആ ഒരു കോൺട്രിബ്യൂഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പറ്റിയില്ല. ഇടയ്ക്കിപ്പോ നമുക്ക് ഒരു എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ 6 മന്ത്സിൽ എനിക്ക് ആ ഒരു 6 days എന്തോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി ഡെയിലി 1-2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ അതൊരു
ഗുഡ് തിങ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ബാഡ് സൈഡ് പറയാനാണെങ്കിൽ ലൈക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം നമുക്കൊരു അറിയാത്തൊരു കാര്യം പഠിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. പക്ഷെ വൺസ് നമ്മളത് പഠിച്ച് കഴിയുമ്പോൾ നമ്മളെന്തോ നമുക്ക് കുറച്ച് ഐഡിയ കാര്യങ്ങളൊക്കെ ആയി, ഇനി വലിയൊരു ഇത് കൊടുക്കണ്ട എന്നുള്ളൊരു തോന്നല് എനിക്ക് വരാറുണ്ട്. സോ അപ്പൊ അവിടെ കുറെ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ. ലൈക്ക് ഇപ്പൊ കുറച്ചൊക്കെ കാര്യമൊക്കെ അറിയില്ല, അപ്പൊ ഇനിയിപ്പോ ബാക്കിയൊക്കെ പയ്യെ പഠിച്ചാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി വരുന്നുണ്ട്. സോ അവിടെ അങ്ങനെ കുറച്ച് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. സോ അതാണ് ഞാൻ എൻ്റെ ഒരു 2025 ഒരു ബാഡ് തിങ് ആയിട്ട് കാണുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്, യെസ്, ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ടൈം മാനേജ്മെന്റ് എന്നെ ബ്രോ മോട്ടിവേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ട്. ഞാൻ ബ്രോന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയും എനിക്കിപ്പോ ടൈം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അപ്പൊ ബ്രോ എനിക്ക് അന്ന് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ട് ബ്രോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ബ്രോ എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി പോയി. ബ്രോന്റെ വർക്ക്, ബ്രോ ജിം വർക്ക്ഔട്ട്, അത് ഇത് എല്ലാം ബ്രോ കറക്റ്റ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും. ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത്, ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളെ ഇടയ്ക്ക് എപ്പോഴും സംസാരിക്കുന്നത് യാസറിനോട് കേസാ. നമ്മള് റോൾ മോഡൽ ആക്കിയാണ് ബ്രോനെ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാണോ? അല്ലല്ല, സീരിയസ്ലി പറയാം. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ബ്രോയുടെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബ്രോ പ്രോപ്പർ റിപ്ലൈ തരുന്നുണ്ട്. അത് ഞാൻ ചിന്തിക്കും, ബ്രോ ഇപ്പൊ ജോലിക്ക് ഉണ്ട്, ഇപ്പൊ ഒരു പൊസിഷനിലാണ്, ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ബ്രോ ഇപ്പൊ വർക്കൊന്നും ഇല്ലേ, എന്താ എന്റെ ഇതിലൊരു സീക്രട്ട്. ബ്രോ എന്ന് പറഞ്ഞപ്പോ അത് കാര്യം മനസ്സിലായത്. അപ്പോ താങ്ക്സ്. ബട്ട് ടൈം മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം തന്നെയാണ് ടൈം മാനേജ്മെന്റ്. ബട്ട് സീരിയസ്ലി എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ശരിക്കും ലൈഫിൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട 2 കേസാണ്. ഒന്ന് ടൈം മാനേജ്മെന്റ്, മറ്റേ ഹെൽത്ത്. ഈ 2 സാധനവും നോക്കണം, ശ്രദ്ധിക്കണം. സോ ടൈം മാനേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റേ എന്താ പറയുക, ഫോണൊക്കെ എടുത്തിട്ട് രാവിലെ 8 മണിക്ക് ഞാൻ എണീക്കുന്നു, 9 മണി വരെ ബാത്റൂമിൽ ഇരിക്കുന്നു, 10 മണിക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നു, അങ്ങനെ എഴുതുന്നതിന് പകരം ഇരുന്നിട്ട് എഴുതുക. ഞാൻ 10 മണി തൊട്ടിട്ട് 10:15 വരെ എന്ത് ചെയ്തു, 10:15 തൊട്ടിട്ട് 10:30 വരെ എന്ത്, എല്ലാ 15 മിനിറ്റിനും ഓരോരോ പോയിന്റ് എക്സാക്ട്ലി എടുത്ത് എഴുതുക. ഇതെന്നും ചെയ്യുന്നു വേണ്ട, ഒരു 3-4 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയൊക്കെയാണ് പെട്ടുപോകുന്നത്, എവിടെയൊക്കെയാണ് അനാവശ്യമായിട്ട്, ഇതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. വിത്ത് ദാറ്റ് യു വിൽ ലേൺ എ ലോട്ട്. നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് അത്. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ 1-on-1 കോളിന് മാത്രമാണ് ഞാൻ പൈസ എക്സ്ട്രാ. ദ ഓൺലി റീസൺ ഈസ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഇപ്പോൾ വെറുതെ ഇപ്പോൾ കോളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2022 കുറേ പേര് വെറുതെ വിളിക്കും. മീൻസ് മലയാളീസ് അല്ലായിരുന്നു കേട്ടോ, അന്ന് നോൺ മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വെറുതെ വിളിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല, ഭയങ്കര പണിയാണ്. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ റെസ്ട്രിക്റ്റ് വെച്ച് തുടങ്ങുന്നത്, ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും ബെറ്റർ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസാണ്. ഒരു മിനിറ്റ് 2 മിനിറ്റ് ലേറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനം ഇവിടെ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ പഠിച്ചതും ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ മാറ്റം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ പ്രായം ആൻഡ് റെസ്പോൺസിബിലിറ്റി കൂടുന്തോറും നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സാധനം സാക്രിഫൈസ്, ഇപ്പം എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം എൻ്റർടൈൻമെൻറ്റ്. ഞാൻ നല്ലോണം ഫിലിമും TV സീരീസ് കാണുന്ന ആളാണ്, ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് എനിക്കൊരു വർഷം ഇത്ര നമ്പർ ഓഫ് കൺട്രീസിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ട്രാവൽ ചെയ്യണം. അപ്പം ഇങ്ങനെ കുറേ എനിക്ക് ഭയങ്കര കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഞാൻ സമയം എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളുടെ 20s നിങ്ങൾ നോക്കിയാലേ നിങ്ങളുടെ 30s നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവത്തുള്ളൂ. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലോ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് ഹെൽത്തും നല്ലപോലെ നോക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. ഗുഡ് ഫുഡ് കഴിച്ചാൽ തന്നെ ഒരുപാട് നമ്മളെ ബ്രെയിൻ ഫോഗ് കാര്യങ്ങളൊക്കെ മാറി. സോ അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ അടുത്ത പോയിന്റ്സ്. ഹലോ സാർ. സാറിന് ഓർമ്മ ഉണ്ടാവാന്ന് അറിയില്ല, നമ്മളൊരു വട്ടം നേരിട്ട് സംസാരിച്ചു നമ്മളെ ഇൻസ്റ്റഗ്രാമില് പ്രീമിയത്തില് സാറ് ബിരിയാണി കുക്ക് ചെയ്യുന്ന സമയം ഓർക്കുണ്ടോന്ന് അറിയില്ല. അപ്പൊ അന്ന് എന്റെ കയ്യിലൊരു സ്കില്ലും ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് ശേഷം അതിപ്പോ ഒരു വർഷം ആവാനായി. പൈത്തൺ പഠിച്ചു, കുറച്ച് ബേസിക്സ് CLI പ്രോജക്ട്സ് ചെയ്ത്, പിന്നെ എല്ലാം ഒന്ന് രുചിച്ചു. ഇപ്പൊ ഒരു ഫ്രെയിംവർക്ക് എടുത്ത് ഒന്ന് എല്ലാം ഒന്ന് രുചിച്ചു നോക്കി. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു ജോബിൽ ലാൻഡ് ചെയ്തില്ല. ഞാൻ 23 പാസ് ഔട്ടാണ്. അപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിച്ച് മതി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നും വലിയ ഇതില്ലായിരുന്നു. ഇംഗ്ലീഷൊക്കെ എന്നാലും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ
ഇപ്പൊ അടുത്ത ഈ 2026 എന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ 2 വർഷത്തിൽ ഇപ്പൊ ഒരു റീൽ സാർ ഇറക്കിനല്ലോ. നമ്മള് 4 വർഷം ഇതിന് എഫക്ട് എടുത്താലും ആ ഒരു വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുമല്ലോ. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ ഗോൾ ഈ 2026. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ. ഇപ്പൊ എനിക്ക് ഒരു സജഷൻ ആയിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ പറയാം. അയ്യോ, എൻ്റെ അടുത്ത് എനിക്ക് വേറെ എന്തോ ഒരു പോയിന്റ് ഓർമ്മ വന്നില്ല. ഓക്കെ, സെൽഫ് ലേണിലേക്ക് വരാം. ഓക്കെ, സെൽഫ് ലേൺ ചെയ്യുമ്പോൾ എന്നല്ല, പൊതുവെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി എക്സ്ട്രാ ഓർഡിനറി. എക്സ്ട്രാ ഓർഡിനറി പറയുമ്പോൾ നമുക്ക് മറ്റൊരുമാതിരി ഇലോൺ മസ്ക് പോലെ ഒന്നും ആവാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള ഒരാളെക്കാളും ബെറ്റർ ആയിട്ട് എങ്ങനെ നമ്മളെ പ്രൊഫൈലിനെ പുഷ് ചെയ്യാൻ പറ്റുക, നമ്മളെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് നമ്മൾ സെൽഫ് പ്രൊമോഷൻ. നമ്മളെ വേറെ ആരും വന്ന് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. വേറെ ആരും വന്നാണ്ട് നീ ഭയങ്കര സൂപ്പറാട്ടോ, ഇവൻ എന്തായാലും ഹയർ ചെയ്തോ എന്ന് പറയാനൊന്നും ആരും വരാൻ പോകുന്നില്ല. സോ വി ഷുഡ് പ്രൊമോട്ട് അവർ സെൽഫ്. നമ്മൾക്ക് നല്ലൊരു ലൈക്ക് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ലിങ്ക്ഡിനിൽ നല്ലൊരു ഒരു ക്രെഡിബിൾ കാര്യങ്ങൾ എഴുതുന്ന, വെറുതെ എന്തെങ്കിലും റാൻഡംലി എഴുതുന്നതിന് പകരം ക്രെഡിബിൾ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, ക്രെഡിബിളായിട്ട് പ്രൊജക്ട്സ് ചെയ്യുന്ന, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പുഷ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ആൾക്കാർ, ഇപ്പം ഞാൻ എൻ്റെ ഒരു പഴയ മാനേജറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മൾ എത്ര അടിപൊളിയായിട്ട് നമ്മൾ ടിക്കറ്റ് ക്ലോസ് ചെയ്താലും ബഗ്സ് സോൾവ് ചെയ്താലും അല്ലെങ്കിൽ 1000 കണക്ക് ലൈൻ ഓഫ് കോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അറ്റ് ദ എൻഡ് നമ്മളെ മാനേജറോ അല്ലെങ്കിൽ നമ്മളുടെ ടീം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിൻ്റെ മേലുള്ള ആൾക്കാർക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കും, ഒരു ക്വാർട്ടർലി പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷനിൽ അവർ നമ്മളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റാണ്. ലൈക്ക് ആരും അറിയാൻ പോകുന്നില്ല. സോ യു ഷുഡ് ഫോക്കസ് ഓൺ മോർ ഓൺ ലൈക്ക് പ്രൊവൈഡിങ് മോർ വിഷ്വൽ പ്രൊമോഷൻ. ലൈക്ക് ഇവനാണല്ലേ അങ്ങനെ ചെയ്തിട്ട്, ഈ ആൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാമല്ലേ, അവനാണ് അങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഇവർ ഇതൊക്കെ ഇത്ര കാലം കൊണ്ട് ചെയ്തല്ലോ. ആ ഒരു തോട്ട് മറ്റുള്ള ആളെ തലയിൽ വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സംസാരം, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എപ്പോഴും ആ ലെവലിലാക്കുക. ഇപ്പം നിങ്ങൾ മേ ബി ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ എൻജിനീയേഴ്സിനെയോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോ അല്ലെങ്കിൽ വേറെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരൊക്കെ കാണുമ്പം അവരോട് സംസാരിക്കുമ്പം നമ്മൾ ആസ് എ മലയാളീസ് നമ്മൾ പൊതുവേ നമ്മളുടെ കമ്പനീൻ്റെ ഉള്ളിലത്തെ കുറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റവനൊന്നും അറിയില്ല, ഇവനതൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ പറയാൻ നല്ല രസമാണ്. പക്ഷെ അതിന് കൂടെ പതുക്കെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഇവർക്കിത് അറിയില്ല, പക്ഷെ ഞാനത് ഇങ്ങനെ സോൾവ് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. നമ്മൾ ചെയ്ത് ചെറിയ ചെറിയ വർക്കാണെങ്കിലും നമ്മൾ സെൽഫ് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങും. സബ് കോൺഷ്യസ്ലി ആൾക്കാരുടെ മൈൻഡിൽ വരും, ഓക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലൈക്ക് ഓക്കെ ഈ ആൾക്ക് അതിൻ്റെ സൊല്യൂഷൻ അറിയിക്കാനും അല്ലെങ്കിൽ ഈ ആൾക്ക് അത് പറ്റും, ചെയ്യാൻ കഴിയും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. സോ ട്രൈ ടു ഡു മോർ സെൽഫ് പ്രൊമോഷൻ. ഓക്കെ, പഠിത്തത്തിൻ്റെ കൂടെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അക്ഷയ് പറ. ഈ വർഷം ഞാൻ ചെയ്ത കറന്റ് ഹോൾഡ് 6.30 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്കൽ അല്ല, എട്ടെക് ആണ് വേണ്ടി ആഗ്രഹമായിരുന്നു. സോ ബേസിക്കലി എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ ഒരു മടിയിലായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോട്ടിവേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബേസിക് ബാങ്കിങ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് റൂം എടുത്ത് അവിടുത്തെ കോളേജിനൊപ്പം നിൽക്കുന്നത്. സോ ബേസിക്കലി എൻ്റെ ഫ്രണ്ട്സ് നല്ലൊരു മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ കോളേജിലാണ്. ഡെയിലി ഒരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഓഫീസിന്റെ അടുത്താണോ? ബെല്ലന്തൂരോ സർജാപൂരോ? ബെല്ലന്തൂരല്ല, ഞാനും അവിടെ ആയിരുന്നു താമസിച്ചത്. അവിടെ പോയിട്ടുണ്ടോ? അവിടെ മൈക്രോസോഫ്റ്റില് മറ്റേത് നടക്കും, വർക്ക്ഷോപ്സ് ഉണ്ടാവും, ഫ്രീ വർക്ക്ഷോപ്സ്. ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ ഇവന്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പോവാം, അവരുടെ പരിപാടിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി എ ഗുഡ് മോട്ടിവേഷൻ. നൈസ്. അടുത്ത കൊല്ലം അവിടെ എത്തട്ടെ. ഗ്രേറ്റ്. പിന്നെ വേറെ പോയിന്റ് ആയിട്ട് എന്തെങ്കിലും പറയണ്ടോ അവിടെ ആഡ് ചെയ്യാൻ? മോട്ടിവേഷൻ ഗുഡിലല്ലേ? എനിക്ക് കുറച്ചുകൂടി ആക്ഷൻസ് വേണം കേട്ടോ. എല്ലാവരും എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആക്ഷൻസ് വേണം. എനിക്ക് ജോബ് എന്നുള്ള സാധനം എഴുതാൻ പറ്റില്ല, അത് ഞാൻ ആദ്യം. കുറേ പേര് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്, അതൊന്നും പറ്റൂല കേട്ടോ. 14 ആൾക്കാരുണ്ട് ഇപ്പോൾ, ഒരു 3-4 ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരും സംസാരിച്ച് തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ മതിയാവും. ഇത് നിങ്ങളെ കുറിച്ചാട്ടോ പറയുന്നത്. ഓക്കെ,
അതില് നേരത്തെ സർ പറഞ്ഞല്ലോ മറ്റേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതിന്റെ ഒരു ബാഡായിരുന്നു. അത് ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത റീസൺ കൊണ്ട് ഞാൻ ബേൺ ഔട്ടായി. എൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹയർ അതോറിറ്റിക്ക് മനസ്സിലായി കൊടുക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അപ്പോഴാണ് എനിക്ക് അവിടെ ടീമിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നത്. ഒറ്റക്ക് മീൻസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്തായി പണ്ടുള്ള ഒരാളായി. ഇനി അവിടുത്തെ ഉള്ള ഒരു ഡാറ്റ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു ടീമിൽ തന്നെ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എന്താക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. അടിപൊളി. ആക്ച്വലി അത് ഗുഡ് ആണ്. എങ്ങനെ ഗുഡ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പിന്നെ ഹലോ, എന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഞാനിപ്പോ കോളേജിലൊക്കെ കുറച്ചും കൂടെ പഠിത്തത്തില് പുറകിലെന്നല്ല, കുറച്ച് ഒരു ആവറേജിലാണ് എത്തിയത്. ഇപ്പൊ ജോലിയിൽ കയറിയ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടെ എന്റെ ലേണിങ് ഇന്ന രീതിയിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു നോളജ് രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഞാനിപ്പം എന്തൊക്കെ പഠിച്ചു കോളേജിൽ പഠിച്ചത് അതിനപ്പുറത്ത് കൂടുതൽ ഞാനിപ്പം എന്റേതായ ഒരു എഫോർട്ട് ഞാനിപ്പം തുടങ്ങുന്നുണ്ട്. ഐ മീൻ എനിക്കൊരു ലോങ് ടേം വിഷൻ ഇപ്പം ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുന്നുമുണ്ട്. DS നോക്കുന്നുണ്ട്, ഫിസിക്കൽ ഡിസൈൻ ആണെങ്കിലും പഠിച്ചു വരും, തുടങ്ങുന്നുണ്ട്. അതൊരു ആക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു. അപ്പൊ കൂടുതൽ പഠിക്കുന്നാണോ? കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡിസൈർ ചെയ്യുന്നുണ്ട്. ഇപ്പം ലോങ് ടേം വിഷനിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ബട്ട് സ്റ്റഡി വാട്ട് എക്സാക്ട്? DS ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ DS ഞാൻ ലീഡ് കോഡ് 75ന്റെ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. മീഡിയം ലെവലിലോട്ട് ഒരു 20% ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് 75ന്റെ അറയും സ്ട്രിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ സിസ്റ്റം ഡിസൈനും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പം അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ലിനക്സ് കമാൻഡ്സും എല്ലാം ഫോക്കസ് ചെയ്യണം ഉണ്ട്. ഞാനൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് റോളാണ് ചെയ്യുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനുണ്ട്. നോഡ് മൊഡ്യൂൾസ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യാനിരിക്കുന്നുണ്ട്. ഗ്രേറ്റ്. ഓക്കെ. ഞാൻ അപ്പോൾ അതൊരു 3 പോയിന്റ് ആക്കി എഴുതിയിട്ടുണ്ട്. DSA, സിസ്റ്റം ഡിസൈൻ, പിന്നെ CS-ന്റെ ഫണ്ടമെന്റ്. അതോ വേറെ എന്തെങ്കിലും സെന്റൻസ് ആക്കണോ? അത് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതണം? അടുത്ത വർഷത്തെ റെട്രോസ്പെക്റ്റീവിൽ ഈ ആക്ഷനിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഗുഡിൽ വരും വേണം. ബാഡിലുള്ള സാധനങ്ങൾ ഇംപ്രൂവ്മെന്റ്സിലോ അല്ലെങ്കിൽ ഗുഡിലായിട്ട് വരണം. ഓക്കെ. കോളേജിൽ എല്ലാവരും ഈ വീഡിയോ കാണുന്നില്ല. ഓക്കെ. മോർ പോയിന്റ്സ്. അതേപോലെ എനിക്കൊരു ആക്ഷൻ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഒരു പ്രൊജക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് 2026. ലൈക് പ്രോജക്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ മിറോ വൈറ്റ് ബോർഡ്, അതേപോലെ സ്പ്രെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം. സോ അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഞാൻ 2026 ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനതിവിടെ എക്സാക്ട്ലി ആ പ്രൊജക്ടിന്റെ പേര് എഴുതുന്നില്ല. ബട്ട് ഡ്രീം പ്രോജക്റ്റ് എന്നിടാം. ഇത് രാഹുലിന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. എല്ലാവരും പ്രോജക്റ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. യെസ്, അതായിരുന്നു എൻ്റെ ബസ് ട്രാക്കിങ്ങിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് നമുക്ക് അത് ഞാൻ എൻ്റെ വീക്ക് കൊണ്ടിൽ ആഡ് ചെയ്തു. ഓക്കെ. ഇങ്ങനെ പോയ ഈ കോഡും ഈ മീറ്റിംഗ് ലിങ്കും ഇപ്പോൾ എക്സ്പയർ ആവും. അതിന് മുന്നേ വേറെ പോയിന്റ്സ് ഉണ്ടോ പറയാൻ? ഹായ് റാഷു. ഞാൻ ബിഗിനറാണ്. ഈസി ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഡാറ്റ സയൻസ് പഠിക്കാന്നുള്ള രീതിയിൽ വന്നതാ. പൈത്തനൊക്കെ കുറെ പഠിച്ചു. അപ്പോൾ എനിക്ക് DS ലീഡ് കോഡൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി എന്നെ കൊണ്ട് കഴിയൂല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിരുന്നു. പിന്നെ നമ്മൾ നോക്കി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ സിമ്പിളായി നമുക്കിത് കഴിയുമെന്നുള്ളൊരു രീതിക്ക് വരുന്നു. അപ്പോൾ പിന്നെ അതേപോലെയുള്ള മോഡൽ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഇത് ഈസി ആണെന്നുള്ളൊരു ലെവലിക്ക് എത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും. അത് ബിഗിനേഴ്സിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റിപ്പീറ്റഡ് സോൾവിങ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു ബാഡ് തിങ് പറയുന്ന ഈ ടൈം മാനേജ്മെന്റ് ആണ്. ഇൻസ്റ്റഗ്രാം ഒരു ടൈമർ വെച്ചാൽ 3 അവർ ഡെയിലി 3 അവറിന് മുളങ്ങനെ ഇപ്പം എൻ്റെ ലൈഫിന്റെ വലിയൊരു പാർട്ട് ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങിന് തന്നെ പോകുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതിന് അങ്ങനെ എന്തെങ്കിലും
പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിന്റെ ഡെയിലി 3 മണിക്കൂർ പോകുന്നുണ്ടോ? 3 മണിക്കൂർ കൂടുതൽ. വി കോഡ് യൂസ് ചെയ്യുന്ന എനിക്ക് 1:57 2 മണിക്കൂറിന്റെ താഴെ ഉള്ളൂ. ഞാൻ വല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം പിന്നെ അത് റീൽസ് ആണോ കൂടുതൽ? റീൽസ് നല്ല അഡിക്റ്റഡ് ആണ്. എന്തേലും ഒരു പറയാൻ പറ്റുമെങ്കിൽ സൊല്യൂഷൻ. അറ്റൻഷൻ സ്പാൻ കുഴപ്പമുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ആർക്കെങ്കിലും ബാഡോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് എന്തെങ്കിലും പറയാൻ? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബാഡിലുള്ള കുറച്ച് പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ട് ലൈക്ക് ബാഡ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പം ഞാൻ BCA ഗ്രാജുവേറ്റ് 25 അത് കഴിഞ്ഞിട്ട് കോഴ്സിന് പോകാണ്ട് സെൽഫ് ലേൺ ചെയ്യാനുള്ള ഒരു വീട്ടിൽ സെൽഫ് ലേൺ ചെയ്യായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങി വരുമ്പോൾ വേരിയബിൾസ് ഇത് അറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് സ്കിപ്പ് ചെയ്യും. കുറച്ചുകൂടി അടുത്തോട്ട് വേഗം തീർക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ സ്കിപ്പ് ചെയ്ത് കുറച്ച് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ DSA ഒന്നുകൂടി എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇത് ശരിയായിട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് അങ്ങനെ ടൈം ഭയങ്കര ഇട്ട് പോവാ. പിന്നെ ഇപ്പം ഓൺലൈനിൽ അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പബ്ലിക്കായിട്ട് എല്ലാവരും ചെയ്യുന്ന പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്തെടുക്കുമ്പം ഈ നേരത്തെ കാണാത്ത ട്യൂട്ടോറിയലോ ഇതൊക്കെ അപ്പം പിന്നെ ഏതായിരുന്നു കാണാത്തതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം പ്രൊജക്ടുകളും അങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 6 മാസം ടാർഗറ്റ് വെച്ചിട്ട് 9 മാസം ആവാറായി. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സും സിമിലർ ആണ്. അപ്പം അതും ഡിസ്കസ് ചെയ്യാം. പിന്നെ ട്യൂട്ടോറിയൽ ഹെല്ല് ആർക്കെങ്കിലും പ്രോബ്ലം ആയിട്ടുണ്ടോ? ട്യൂട്ടോറിയൽ നല്ലപോലെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ട്യൂട്ടോറിയൽ കാണുന്നതാണ് എനിക്ക് അടിപൊളി, അതുകൊണ്ട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നിയവരുണ്ട്. സിയാമിന് നല്ലതാണെന്നല്ലേ? സിയാമിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. എങ്ങനെയാണ് ട്യൂട്ടോറിയൽ യൂസ് ചെയ്തത്, എങ്ങനെയാണ് അത് ബെറ്റർ ആക്കി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷെയർ ചെയ്യും. ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അത് ചെയ്യുന്ന ഒപ്പം പാരലായിട്ട് ഞാൻ അതിന്റെ വർക്കൗട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ചുമ്മാ കണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ട്യൂട്ടോറിയൽ ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പാരലലി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരു മോണിറ്റർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോണിറ്ററിൽ ഞാനൊരു എക്സ്റ്റൻഡ് മോണിറ്ററിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യും അത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒന്നും കൂടെ ഇച്ചിരി ലൈവായിട്ട് എനിക്ക് അതിന്റെ ഇതും കിട്ടും, പിന്നെ ചെയ്യാനുള്ള രീതി വന്നപ്പോൾ കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. വേറെ ആർക്കെ പറയാനുള്ള ട്യൂട്ടോറിയൽ എങ്ങനെയാണ് അവർ യൂസ് ചെയ്തെന്നുള്ളത്, എങ്ങനെയാണ് ബെറ്റർ ആക്കുക എന്നുള്ളത് ആരൊക്കെ ആൻഡ്രൈസ് ചെയ്തില്ല? അക്ഷയ് ഉണ്ട്, ഖാലിദ് ഉണ്ട്. അതുപോലെ ബാറ്റിങ്ങില് വൈറ്റ് കോഡിങ് വൈറ്റ് കോഡിങ് ഓക്കെ. വൈറ്റ് കോഡിങ് കംപ്ലീറ്റ്ലി എനിക്ക് ബാഡിൽ ഇടാൻ പറ്റില്ല. നമുക്കതെങ്ങനെ ബെറ്റർ ആക്കി യൂസ് ചെയ്യാന്നുള്ളത്. ട്യൂട്ടോറിയൽസിന്റെ വേറെ ആർക്കും പറയാനുണ്ടോ പോയിന്റ്സ്? എങ്ങനെയാണ് അത് ചെയ്ത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ട്യൂട്ടോറിയൽ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രൊജക്ട് ചെയ്യണ്ടായി, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എസ്റ്റെക് മീഡിയ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ വീഡിയോ കണ്ടിട്ടാണ് അതിൽ HTML അവസ്ഥ ഉണ്ടായത്. അതിൽ പ്രൊജക്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടായിനി ഓപ്പൺ സിവിയിലൊക്കെ. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പേഴ്സണലി ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ രീതിയിൽ ചെയ്ത് നോക്കും. അതിൽ എറർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കും, അതിനുശേഷം വീഡിയോ കാണുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂട്ടോറിയൽ യൂസ് ചെയ്തത്. ഇപ്പോൾ 2 ഇയർ ട്യൂട്ടോറിയൽ കാണുന്നില്ല. എന്തെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യുക, എന്തെങ്കിലും ഡോക്യുമെന്റ് വായിക്കുക, അങ്ങനെ ചെയ്തിട്ട് യൂട്യൂബിൽ വീഡിയോസ് വളരെ കുറവാണ്. ഇപ്പം അഗൈൻ സെയിം പോയിന്റ് തന്നെയല്ലേ, കണ്ടുകൊണ്ടിരിക്കുമ്പം യു ട്രൈ ടു ഡു ഇറ്റ്. മിക്കവാറും അടുത്ത കോളിലേക്ക് നമ്മൾ ലിങ്ക് മാറ്റേണ്ടി വരും. അപ്പം ഞാൻ അടുത്ത ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തീരുമെന്ന് ഞാൻ വിചാരിച്ചു. 1 മണിക്കൂറിന് പ്ലാൻ ചെയ്തതായിരുന്നു. ഡിസ്കോഡ് അതോ ഇത് ഡിസ്കോഡിലേക്ക് മൂവ് ചെയ്യണോ? ഡിസ്കോഡിൽ മൂവ് ചെയ്ത് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കഴിയും? അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേ? മീൻസ് അടുത്ത ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും ഓക്കെ അല്ലാത്തവരുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പം. ഞാൻ പുതിയ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഓപ്പൺ ചെയ്താൽ മതി. എന്നാൽ അതിൽ ജോയിൻ ചെയ്തോളൂ. നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് 10 ആള്. ഓക്കെ, മേ ബി ഒരു 10-15 മിനിറ്റ് നമുക്ക് കോൾ തീർക്കാൻ പറ്റും. ഓക്കെ, മോർ പോയിന്റ്സ് ഐ തിങ്ക്. പിന്നെ ഒരു എറർ കിട്ടിയാൽ എത്ര ടൈം വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ AI കൊടുക്കേണ്ടത്? AI യൂസ് ചെയ്യുമ്പോൾ എറർ ഇൻ വാട്ട്? ലൈക്ക് ഇപ്പോൾ DSA സോൾവ് ചെയ്യുമ്പോൾ എറർ ആണോ, അതോ പ്രൊജക്ട് ചെയ്യുമ്പോഴാണോ, അതോ വർക്കിലുള്ളതാണോ? പ്രൊജക്ട് ചെയ്യുമ്പോൾ ലേണിംഗ്. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പറയാനുള്ള ആക്ഷൻസ് എന്തൊക്കെ എടുക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും കുറവായിട്ട് എനിക്ക് ഇത്ര ഒന്നും പോരാ. നമ്മൾ അടുത്ത പോലെ എന്തൊക്കെ ചെയ്യും
ശരിക്കും ജനുവൻലി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ 2026 എന്തൊക്കെ ലൈക്ക് വേഗായിട്ടുള്ള അല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ലൈക്ക് നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഇന്ന പ്രോജക്റ്റ് ഞാൻ ചെയ്തു തീർക്കുന്നോ അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് DSA ക്വസ്റ്റ്യൻ ചെയ്യും? ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ ജോബ് അച്ചീവ് ചെയ്യണം 2026 ആക്ഷനാണ്. ഞാനത് കുറച്ചുകൂടിയും സിമ്പിളാക്കി എഴുതാം. ഗെറ്റ് ഇൻ്റർവ്യൂ അറ്റ് ഇങ്ങനെ എഴുതാം. ജോബ് കിട്ടും എന്നുള്ളത് മാത്രം ഞാൻ എഴുതുന്നില്ല, കാരണം ഐ നോ യു വിൽ ഓൾ ഗെറ്റ് ദ ജോബ്. പക്ഷെ അത് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ബ്ലൈൻഡ് 75 ഒക്കെ തീർക്കണമെന്നുണ്ട്. മെയ് ആകുമ്പോഴത്തേക്കും ബ്ലൈൻഡ് 75 പോസിബിൾ. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ആർക്കും പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകും. ഓക്കെ, ടൈം സ്പെൻഡ് ഓൺ എറർ. സോ യൂഷ്വലി എറേഴ്സ് വരുമ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ AI കൊടുക്കാൻ സോൾവ് ചെയ്യാന്നുള്ള ഒരു സൊല്യൂഷൻ തലേന്ന് ഫസ്റ്റ് മാറ്റി വെക്കുക. വൈ മീൻസ് വൈ ഇസ് ദാറ്റ് എന്ന് ഞാൻ ആദ്യം പറയാം. AI യൂസ് ചെയ്യേണ്ട സമയത്തെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ സാധനങ്ങൾ ലൈക്ക് ബോയിലർ പ്ലേറ്റ് കോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജാവൊക്കെ ചെയ്താണെങ്കിൽ കുറേ മറ്റേ എന്താ പറയുക പബ്ലിക് സ്പേസ് വോയിഡ് അങ്ങനെ കാര്യങ്ങൾ കുറേ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെക്കണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു 100 വട്ടം ചെയ്ത സാധനം നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് ടു AI. ലെറ്റ് ഇറ്റ് ഡു ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണെങ്കിൽ ഒക്കെ അവൻ ചെയ്യും, നോ പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കോഡിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കോഡ് എങ്ങനെ വർക്ക് ആവുന്നത്, ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് കേസസ് എവിടെയൊക്കെ ഉള്ളത്, ഇതിൻ്റെ ബഗ് എവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഇൻപുട്സ് ആണ് ഔട്ട്പുട്ട്സ് ആണ് അല്ലെങ്കിൽ ടൈപ്പ് ഫോർമാറ്റ്സ് ആണ്, ഇതിനെക്കുറിച്ചൊക്കെ ലൈക്ക് നല്ലൊരു ഇൻ ആൻഡ് ഔട്ട് ഐഡിയ ഉള്ള ഒരാളാണ്, അതിൻ്റെ ഒരു സിസ്റ്റം ഡിസൈനൊക്കെ ഉള്ള അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഗെയിൻ യു ക്യാൻ ഗോ ആൻഡ് യൂസ് AI. ഓക്കെ, നിങ്ങൾക്ക് അപ്പോഴും AI യൂസ് ചെയ്യാം. കാരണം AI എന്തെങ്കിലും തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരിക ബഗ് വരികയൊക്കെ എന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. സോ ഈ കേസസിലുള്ള എല്ലാവരും ഡെഫിനറ്റ്ലി യൂസ് AI. ഇനി ഇങ്ങനെയുള്ള അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കണം വെച്ചാൽ എറർ മെസ്സേജ് പ്രോപ്പർലി വായിക്കുന്നത് മാത്രമല്ല, എറർ മെസ്സേജ് എപ്പോഴും ഒരു സ്റ്റാക്ക് പോലെയുള്ളത്. ഏറ്റവും ലാസ്റ്റ് ലൈനിൽ ഇഷ്യൂ എന്താണെന്ന് പറയും, പക്ഷെ അതിൻ്റെ തൊട്ട മേലത്തെ ലൈൻ ഈ ഇഷ്യൂ വന്നത് ഏത് ലൈൻ എന്നാണ്, അതിൻ്റെ മേലെ ആ ലൈന് വിളിച്ചത് ഏത് ലൈൻ എന്നാണ്. ലൈക്ക് പ്രോപ്പർ ഒരു മാപ്പ്, ഒരു റോഡ് മാപ്പ് തന്നെ ആ എററിലുണ്ടാവും. അത് നോക്കുക, ഓരോരോ പറയുന്ന എറർ എന്താണ്, അതൊരു ടൈപ്പിൻ്റെ ഇഷ്യൂ ആണോ, അതൊരു എക്സെപ്ഷൻ ത്രോ ചെയ്തതാണോ. എക്സെപ്ഷൻ ത്രോ ആണെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ പ്രോപ്പർലി എക്സെപ്ഷൻ ഹാൻഡ്ലിങ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ് മെത്തേഡ് അവിടെ ആഡ് ചെയ്യാം. അതിപ്പം ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ലോജിക്കൽ എറർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈത്തണിലൊക്കെയാണ് PDB പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഡീബഗേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡീബഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഡീബഗ് ചെയ്യാം. ലോജിക്കൽ ഫ്ലോ എവിടെ വരും, അങ്ങനെ നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്യാൻ. ലിറ്ററലി ഞാൻ പറഞ്ഞുതരാം, ലൈക്ക് എൻ്റെ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും എനിക്കറിയാവുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബഗ്സ് ഫിക്സ് ചെയ്യുക, എറർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതിന് മാത്രമാണ്. അവരുടെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു നല്ല എഞ്ചിനീയേഴ്സിന് എടുത്ത് ചോദിച്ചു നോക്കൂ, അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എറർ ഫിക്സിങ്, ബഗ് ഫൈൻഡിങ് അല്ലെങ്കിൽ ബഗിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു 70-80% നമ്മൾ ടൈം അതിനെ സ്പെൻഡ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ലൈക്ക് ഞാൻ ടീവിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 1-2 ഒക്കെ ഒരൊറ്റ ഒരു ബഗ് ഈ സാധനം എവിടുന്നാണ് വരുന്നത്, ഇടയ്ക്ക് മലപ്പുറം മറ്റു വേർഡ്സൊക്കെ വരുന്നുണ്ട്. ബട്ട് ഈ സാധനം എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് പോലും മനസ്സിലാതെ 2-3 മാസങ്ങളോളൊക്കെ ഒരു ബഗിൻ്റെ ബാക്കിൽ ലൈക്ക് എൻ്റെ ടീമിലുള്ള ഒരാളുണ്ട്. ഹി വാസ് സീനിയർ, ഹീസ് പ്രിൻസിപ്പൽ എഞ്ചിനീയർ അറ്റ് ദാറ്റ് ടൈം. എനിക്ക് പുള്ളി ലൈക്ക് ഞങ്ങളുടെ കമ്പനിയിലൊക്കെ 4 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ ഒരാളുണ്ടാവില്ല, എല്ലാവരും പോകും ഓഫീസിൽ. പുള്ളി നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ നേരത്തെ വന്നപ്പോൾ, ഞാൻ അന്ന് സംഭവം എന്തോ നേരത്തെ വന്നപ്പോൾ പുള്ളി ഓഫീസിൽ നിന്ന് പോയിട്ടേ ഇല്ല. പുള്ളി രാത്രി ഫുൾ ഓഫീസിലായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ബഗ് എവിടുന്നാന്ന് കണ്ടുപിടിക്കും. പുള്ളിനോട് ആരും കണ്ടുപിടിക്കാൻ പറഞ്ഞൊന്നല്ല, പുള്ളി തന്നെ പോയി കണ്ടുപിടിച്ചൊരു ബഗ്ഗാണ്, പുള്ളിക്ക് തന്നെ സോൾവ് ചെയ്യണം. ബട്ട് ദാറ്റ് വാസ് ദ ഡെഡിക്കേഷൻ ഹി വാസ് ഡൂയിങ്. മോർ ദാൻ 12-14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ഇരുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഈ എറർ ഫൈൻഡിങ് ബഗ് ഫിക്സിങ്ങിലാണ് നിങ്ങൾ ശരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കുക, കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന പല സാധനങ്ങൾ കാഫ്ക പോലത്തെ സാധനങ്ങൾ ഇപ്പം ഉണ്ടാവില്ല. ഇതൊരു എറർ ബഗ് കാരണമാണ് ലിങ്ക്ഡിൻകാർ അത് ഉണ്ടാക്കാൻ. നെറ്റ്ഫ്ലിക്സ് പല സൊല്യൂഷൻസും ഇന്ന് നമ്മൾ കാണുന്ന പല CDN പോലത്തെ സാധനങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് കൊണ്ടുവന്നത്. അവർ കൊണ്ടുവരാൻ കാരണം അഗെയിൻ ഇങ്ങനത്തെ കുറേ എറേഴ്സ് ആൻഡ് ബഗ്സ് കാരണം. സോ ഈ സാധനത്തിലൂടെ നിങ്ങൾ പോയാൽ, ആ ഒരു ജേർണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. സോ പക്ഷേ നിങ്ങൾ ട്യൂട്ടോറിയൽ നോക്കി വല്ലതും ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മീൻസ് ആ സിറ്റുവേഷൻ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കേസാണ്. ഇനിയിപ്പോൾ ട്യൂട്ടോറിയൽ നോക്കി എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ 2 ദിവസത്തെ മേലെ കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഐ മീൻ
സെർച്ച് ചെയ്യുന്ന 2 ദിവസം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങളിത് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ സെർച്ച് ചെയ്തിട്ടും സ്റ്റാക്ക് നോക്കി. ബട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മേ ബി യു ക്യാൻ ആസ്ക് ChatGPT ആൻഡ് എവറിത്തിങ് ആഫ്റ്റർ 2 ലൈക്ക് നിങ്ങളൊരു ഇനഫ് നമ്പർ ഓഫ് ടൈം അതിന് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇനി എൻ്റെ സൈഡിൽ നിന്നൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്ത് ഗോ ആൻഡ് ആസ്ക്. അതിപ്പം 2 മണിക്കൂറാവും, ചിലപ്പോൾ 2 ദിവസമാവും. അത് അപ് ടു യു. ബട്ട് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം ലൈക്ക് ഇതിൻ്റെ അപ്പുറം എൻ്റെ സൈഡിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്ത് ഗോ വിത്ത്. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പം യു വിൽ ഓൺലി നോ ലൈക്ക് വാട്ട് ഓൾ യു ഡിഡ്. ഈ എറേഴ്സിലൂടെ പോയൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ, നിങ്ങൾ ജന്മത്തിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കും. ഓക്കെ, പിന്നെ വൈബ് കോഡിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, വൈബ് കോഡിങ് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, യൂസ് ചെയ്യേണ്ട ആൾക്കാർ യൂസ് ചെയ്യണം. എല്ലാവരും അതിൽ ഓടിച്ചാടി പോയി ചെയ്യരുത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പല കമ്പനീസും ഇപ്പോൾ എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ നിങ്ങളുടെ മാനേജേഴ്സും ബോസൊക്കെ വൈബ് കോഡിങ് പറഞ്ഞിട്ട് കുറേ പുഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കമ്പനിക്കുള്ള ബെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കമ്പനിയിൽ ബേസിക്കലി നിങ്ങളെ നന്നാക്കാനല്ല നിൽക്കുന്നത്, അവർക്ക് അറ്റ് ദ എൻഡ് അവർ നന്നാവാനാണ് അവർ ചെയ്യുന്നത്. അപ്പം അവരിപ്പോൾ വൈബ് കോഡിങ് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈബ് കോഡ് ചെയ്യേണ്ടി വരും. ബട്ട് അപ്പം നമ്മൾ പേഴ്സണലി നമ്മളെ കോഡിങ് കാര്യങ്ങൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ പ്രൊജക്ട്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെൽഫ് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു കമ്പനിയിൽ പോയിട്ട് വൈബ് കോഡിങ് നല്ലതല്ല നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി യു ക്യാൻ ഗിവ് ഗുഡ് സജഷൻ. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ടീമിൽ പല കാര്യത്തിനും ഞാൻ വൈബ് കോഡിങ് ചെയ്യരുത് എന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ വൈബ് കോഡിങ് കമ്പൽസറി ആക്കി വെച്ചിട്ടുണ്ട്. ദ ഓൺലി റീസൺ ഈസ് ലൈക്ക് ദ റിസ്ക് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ഫെയിലിയർ ആൻഡ് കാര്യങ്ങൾ. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വൈബ് കോഡിങ് ചെയ്യുന്നതിന് ഞാൻ കംപ്ലീറ്റ്ലി 100% അഗ്രി ചെയ്യാം. പ്രൊഡക്ഷന് ഞാൻ തൊടാൻ സമ്മതിക്കാറില്ല. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 ദിവസം അതിൽ ഇരിക്കേണ്ടി വരും. അപ്പം എനിക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. ഇതാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പലരും പറഞ്ഞത്, പല കാര്യങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയോ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്താണെന്നുള്ളത്? ആരെയും കേട്ടിട്ടുണ്ട്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ ഗ്രാഫ് കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല പല കാര്യങ്ങളും പഠിച്ച് തുടങ്ങിയിട്ട് അവിടെ എത്തുമ്പം ഇതിപ്പോൾ അറിയാലോ ഞാൻ അടുത്തയിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതാണ് ഡണ്ണിങ് ക്രൂഗർ. ഇത് എവിടെ? കോൺഫിഡൻസ് ആൻഡ് ഗ്രേറ്റ്. സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ, അപ്പം ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ലൈഫിലുള്ള പല കാര്യത്തിനും നമ്മളെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് പീക്ക് ഓഫ് സ്റ്റുപ്പിഡിറ്റി, മൗണ്ട് സ്റ്റുപ്പിഡിറ്റി എന്നാണ് പറയുക. അതായത് നമുക്കൊരു സാധനത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓക്കെ, നോ നത്തിങ് എന്നാണ്. ഓക്കെ, ഈ സൈഡ് നോളേജാണ്, ഈ അടിയത്തെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നോളേജാണ്. ലൈക്ക് ഇവിടെ എത്തുമ്പോൾ ഒന്നും അറിയില്ല, ഈ അറ്റത്ത് പറയുമ്പോൾ നല്ലോണം അറിയാമെന്നുള്ളത്. ഈ വൈ ആക്സിസ് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. ഇവിടെ ലോ കോൺഫിഡൻസ്, ഇവിടെ ഹൈ കോൺഫിഡൻസ്. ഓക്കെ, നൗ ഇത് നിങ്ങൾ ലൈഫിലെ പല കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. അതായത് നമുക്കൊരു സാധനത്തിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഈ AI ഇന്നലെ വരെ വേറെ എന്തൊക്കെ ചെയ്ത ആൾക്കാർ പെട്ടെന്ന് ChatGPT പോലത്തെ ടൂൾസ് കണ്ട് അതൊന്ന് നല്ലോണം പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചപ്പം പെട്ടെന്ന് AI മെഷീൻ ലേണിംഗ് എക്സ്പേർട്സ് ആയ ആൾക്കാരുണ്ട്. ആ ആൾക്കാർ കുറച്ച് ഇവിടെ നോളജ് കിട്ടിയപ്പോഴത്തേന് അവരിതാ ഈ കോൺഫിഡൻസ് അവരുടെ ഈ ലെവലാണ്. അതായത് ഏറ്റവും പീക്ക് ലെവലാണ് കോൺഫിഡൻസ് കിട്ടുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് മൗണ്ട് സ്റ്റുപ്പിഡിറ്റി. അത് എക്സ്ട്രീം സ്റ്റുപ്പിഡായിട്ടാണ് നിൽക്കുന്നത്. അതായത് എനിക്കൊക്കെ അറിയാം, എനിക്കത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ, ഇതിൽ ഞാനാണ് പുലി എന്നുള്ളൊരു തോന്നലുണ്ടോ, ആ സിറ്റുവേഷനാണത്. പിന്നെ നമ്മൾ കുറച്ചുകൂടിയും കൂടുതൽ അതിനെക്കുറിച്ച് ആക്ച്വലി പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പം കുറേ പേര് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു തുടങ്ങി, നമ്മൾ അത്യാവശ്യം ലൂപ്സും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങി. ഇവിടെ എത്തുമ്പോഴേക്കാണ് അവർക്ക് തോന്നുക നമുക്ക് നാളെ ഒരു സാസ് കമ്പനി സാസ് കമ്പനീസാണ് തുടങ്ങിയാലോ. ഇതിപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കാൻ ജൂജൂബി അല്ലേ, മറ്റേ ക്രെഡ് ഓപ്പറേഷൻസ്, മറ്റേ ഡാറ്റാബേസ് കണക്ഷൻ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ സിമ്പിൾ സാധനമാണ്, നമുക്ക് ഇപ്പം തന്നെ ക്ലയൻസിനെ കൊണ്ട് സ്റ്റാർട്ടപ്പ് തന്നെ തുടങ്ങാം. ആ ഒരു ലെവലിൽ കോൺഫിഡൻസ് എത്തുന്ന സിറ്റുവേഷനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിടും. ഇപ്പം മെഷീൻ ലേണിംഗ് AI എഞ്ചിനീയേഴ്സൊക്കെ പ്രോപ്പർലി മെഷീൻ ലേണിംഗ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല, ഇത് പറ്റൂല എന്നൊക്കെ തോന്നി നമ്മൾ വാലി ഓഫ് ഡെസ്പെയർ ആണ് ഇവിടെ എത്തും. അതായത് നമുക്ക് കുറച്ച് നോളജ് കൂടുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ നടക്കൂല, ഇത് ഭയങ്കര ഉണ്ടല്ലോ പഠിക്കാൻ, ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തോന്നൽ വരും. ഇവിടെയാണ് വാലി ഓഫ് ഡെസ്പെയർ. അതായത് ഇവിടെയാണ് കുറേ ആൾക്കാർ ഗിവ് അപ്പ് ചെയ്യുക, ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഇത് നടക്കൂല. ഇപ്പോൾ DSA സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പം DSന്റെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ലീഡ് കോഡിൽ സോർട്ട് ചെയ്യാമല്ലോ നമുക്ക്, ഈസി ക്വസ്റ്റ്യൻസ് മറ്റേ അക്സെപ്റ്റൻസ് റേറ്റ് ഹൈ വെച്ചുകൊണ്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു 10 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചടപടാറുണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ 10 എണ്ണമൊക്കെ നോൺ സ്റ്റോപ്പ് സോൾവ് ചെയ്തു, എനിക്ക് DSA നല്ലോണം അറിയാമെന്നൊക്കെ തോന്നും. പക്ഷെ പിന്നെ ആ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യനിലൊക്കെ എത്തുമ്പോഴാണ് ഇവിടെ വരെ താഴെ പോവുക. പിന്നെ പഠിച്ചിട്ടും വായിച്ചിട്ടും 2-3 വട്ടം ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഗിവ് അപ്പ് ചെയ്യും.
നമുക്ക് തോന്നും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷെ പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുതൽ പഠിക്കുക. ആ പഠിക്കുന്ന സമയത്താണ് സ്ലോപ്പ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, അതായത് ശരിക്കുള്ള അറിവ്, ശരിക്കുള്ള നോളേജ് വരുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു സമയത്ത് നോളേജ് വന്ന ആൾക്കാർ പിന്നെ ഇതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തും. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ നോളേജ്, ആ നോളേജിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺഫിഡൻസും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഒരു ChatGPT യൂസ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ AI എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യാം വിത്ത് ഹൈ കോൺഫിഡൻസ്. പക്ഷെ പ്രോപ്പർലി മെഷീൻ ലേണിംഗ് പഠിച്ചു തുടങ്ങിയ ഒരാൾ ഇവിടേക്ക് അയാൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്കൊരു പ്രോപ്പർ മെഷീൻ ലേണിംഗ് മോഡൽ ഫ്രം സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ പിന്നെയും പഠിച്ച് അവൻ ഒരു പ്രോപ്പർലി ആ ഒരു എൻലൈറ്റ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ കോൺഫിഡൻസും വരും, നോളേജും വരും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നോക്കും, വല്ല മറ്റേ ന്യൂസിൻ്റെ ഡിബേറ്റിൽ കൊണ്ടുപോയിട്ടാലും എന്ത് കോൺട്രവേഴ്സിയിലാണെങ്കിലും എവിടെ കൊണ്ടുപോയിട്ടാലും ആൾക്കാരെ നോളജിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പീക്ക് സ്റ്റുപ്പിഡിറ്റി ആൻഡ് പീക്ക് സസ്റ്റൈനബിലിറ്റി കാണാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ആൻഡ് ലൈഫിൽ ഒരുപാട് സാഹചര്യത്തിൽ വരും. ഓക്കെ, പിന്നെ അടുത്തത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാനുള്ളത് ഈ അറ്റൻഷൻ സ്പാൻ, ബേൺ ഔട്ട്, ബ്രെയിൻ ഫോഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബേൺ ഔട്ടിനെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്, ബേൺ ഔട്ട് ആവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് എവർ യു ആർ ഡൂയിങ്, ടേക്ക് എ ബ്രേക്ക്, ഡൂ സംതിങ് പറയുമ്പോൾ 1-2 ദിവസം ബ്രേക്ക്, ആൻഡ് വാട്ട് എവർ മേക്സ് യു ഹാപ്പി ഗോ ആൻഡ് ഡൂ ദാറ്റ്. അത് ട്രാവലിങ്ങോ, കുക്കിങ്ങോ, ഫുഡ് കഴിക്കുന്നതോ, അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ, ഒറ്റയ്ക്ക് ഇരിക്കുന്നതോ, വാട്ട് എവർ ഇറ്റ് ഈസ് ഡസൻറ്റ് മാറ്റർ. ബാക്കിയുള്ള എല്ലാ സാധനത്തിനും സ്വിച്ച് ഓഫ് ചെയ്യുക. ഇപ്പം സ്വിച്ച് ഓഫ് മോഡിലാണ്. എൻ്റെ വർക്ക് ലാപ്ടോപ്പും എൻ്റെ ഓഫീസ് ലാപ്ടോപ്പും ഒക്കെ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആക്കിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പ്രൊഡക്ഷൻ പൊട്ടി കഴിഞ്ഞാലും എന്നെ കിട്ടൂല. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു മോഡിലാണ് നിൽക്കുന്നത്. സോ ഡെഫിനറ്റ് ടേക്ക് സം ബ്രേക്ക് ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഒരു ദിവസം ഇരുന്നിട്ടൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. എന്ത് ചെയ്താലാണ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക, ലൈക്ക് നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു പേപ്പറും പെന്നും എടുക്കുക, എഴുതുക, ഹൗ ടു മേക്ക് ഇറ്റ് പോസിബിൾ, ഹൗ ടു മേക്ക് ഇറ്റ് വർക്കിംഗ്. ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാൻ ഫോളോ ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ബേൺ ഔട്ടിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് അതാണ്. പക്ഷേ നമ്മളെ കൊണ്ട് കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. മേ ബി മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ ഉണ്ടാവും, വേറെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, മേ ബി ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാം. അറ്റൻഷൻ സ്പാൻ ആൻഡ് ബ്രെയിൻ ഫോഗ്, ആസ് പെർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, യൂസിങ് ഓർ വാച്ചിങ് ഷോർട്ട് റീൽസ്, മറ്റേ ഷോർട്സ്, റീൽസ്, കാര്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ നാച്ചുറലി കുറഞ്ഞു പോകും. നമ്മൾക്ക് ഞാൻ മറ്റേ DM മെസ്സേജ് വരുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ചടപട പറയുമ്പോൾ ആൻസർ കിട്ടണം, പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടണം, പെട്ടെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തണം. സംതിങ് യു ഹാവ് ടു വർക്ക് ഓൺ. ലൈക്ക് ഇപ്പോൾ റീൽസ് ഒന്നും കാണരുതെന്ന് പറയുന്നതിൽ പോയിന്റ് ഇല്ല, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദ ഫ്യൂച്ചർ ഈസ്. അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്ക് യു ഷുഡ് ബി അവെയർ, ലൈക്ക് എത്ര സമയം നിങ്ങൾ കാണുന്നുണ്ട്, എന്താ നിങ്ങൾ കാണുന്ന സാധനം വാല്യൂബിൾ ആണോ, ഈവൻ വാല്യൂബിൾ സാധനമാണെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഉള്ളിൽ വാല്യൂബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ. ഇപ്പം ഞാനൊക്കെ കുറേ സയൻസ് വീഡിയോസൊക്കെ, ഷോർട്സ്, വലിയ റീൽസ്, പക്ഷേ ആ ദിവസം ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു 10 റീല് കണ്ടെന്ന് വിചാരിക്കുക, മേ ബി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ട റീൽ എന്താണെന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് കംപ്ലീറ്റ്ലി വേസ്റ്റാണ്. അത് ചിലപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് സയൻസ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് ശരിക്കും പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല, പിന്നെ കാര്യമില്ല. അപ്പം ലിറ്ററലി വാച്ച് സംതിങ് വിത്ത് അവെയർനെസ്. ചില സമയത്ത് ബ്രെയിനൊക്കെ ഓഫാക്കിയിട്ട് വെറുതെ വാച്ച് സംതിങ് സെൻസില്ല. പക്ഷെ അല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനൊരു ലിമിറ്റൊക്കെ വെച്ച്. ആൻഡ് ആൽഗോരിതംസ് ആർ ഓൾവേസ് ബെസ്റ്റ്. നിങ്ങൾ എന്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കൺട്രോൾ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പീപ്പിൾ ലൈക്ക് അസ് റോഡ് ദ ആൽഗോരിതം. സോ ഇറ്റ് ഈസ് ഗുഡ്. നമ്മളും അതിനേക്കാളും ബെറ്റർ ആവാൻ നോക്കും. ഓക്കെ, ഇപ്പം വലിയൊരു ലെക്ചറായി, നമ്മളെ പോയിന്റ് എന്നൊക്കെ ഡീവിയേറ്റ്. അപ്പം വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ അക്ഷയ്? അയ്യോ, ക്ലിയർ ആവുന്നില്ല പറയുന്നത്. എനിക്ക് ഭയങ്കര അതൊരു ലൈക്ക് വേർഡ്സ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്. അവർക്ക് ഡോക്യുമെന്റേഷൻ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ച് ഈസിയായിട്ട് എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ, റീഡിങ് ഡോക്യുമെന്റേഷൻ വായിക്കുമ്പം ഇപ്പം ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമുക്കൊരു ബുക്ക് വായിക്കുന്ന പോലെ ചാപ്റ്റർ 1 എന്ന് വായിച്ചാണ്ട് ചാപ്റ്റർ 10 വരെ എത്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഡോക്യുമെന്റേഷൻ. എനിക്കത് പ്രാക്ടിക്കലായിട്ട് ഇന്നായിട്ട് തോന്നിയിട്ടില്ല, നടക്കത്തില്ല. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധനം എന്താണ് സ്പെസിഫിക്കലി നോക്കും. ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും പറഞ്ഞ, ഒരു എക്സാമ്പിൾ, ആരെങ്കിലും ഫംഗ്ഷനോ ക്ലാസ്സോ എന്തെങ്കിലും ലൈബ്രറീസോ എന്തെങ്കിലും പറ. കമോൺ പാണ്ഡയിലാണ് ഒരു ഫംഗ്ഷൻ പറ.
അല്ല മൈക്രോ സർവീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലൈക്ക് ഡോക്യുമെന്റേഷൻ നോക്കാനാണ്. ലിസ്റ്റ് അങ്ങനെയാണോ? അല്ല ഇപ്പൊ പൈത്തണിലാണ് സോർട്ടിങ് ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പാൻഡാസിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അതുപോലെ. ഡാറ്റ ഫ്രെയിം, ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിം. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാക്കി. അൺമ്യൂട്ട് ചെയ്യോ ഒരാൾ, ആദ്യത്തെ ഒരാൾക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇപ്പം പാൻഡാസിൻ്റെ ഡാറ്റ ഫ്രെയിം എടുത്തു. ഇപ്പം ഈ ഒരു ഡോക്യുമെന്റേഷൻ എടുത്ത് നോക്കിയാൽ ഈ ഡാറ്റ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഇത് എത്ര ഉണ്ട്? ഇതൊരു 100 സാധനം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതെന്താണെന്നൊന്നും ഇപ്പം നമുക്ക് ഫുള്ള് നോക്കി മനസ്സിലാക്കാനോ വായിക്കും. ഇപ്പം മേ ബി ഡാറ്റ ഫ്രെയിമിൽ മേ ബി വാട്ട് ഷുഡ് ഐ നോ, മേ ബി കോളംസ്. ഓക്കെ, ലെറ്റ്സ് സേ കോളംസ്. ഈ കോളംസിനുള്ളിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഡാറ്റ ഫ്രെയിമിൻ്റെ മെയിൻ സാധനം എടുത്തു. ഡാറ്റ ഫ്രെയിമിൽ ഇപ്പം ഇവർ പറയണം മെയിൻ ആട്രിബ്യൂട്ട്സ് ഇതാ, ഇന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, കോളംസിൽ കോളം ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പക്ഷെ കോളം ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് കോളം? കോളത്തിന് എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ഉണ്ടോ? എത്ര കോളം പറ്റും? കോളത്തിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അപ്പം എനിക്കത് അറിയില്ല. മേ ബി ഐ വിൽ ഗോ ടു കോളംസ്. ഇതിൽ പ്രത്യേകിച്ച് ഡോക്യുമെന്റേഷൻ ഒന്നും എഴുതിയിട്ടില്ല. അവർ കോളംസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കോളംസ് ഇതാ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ കാണിച്ചത്. ABC ഒക്കെ നോട്ട് എ ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഡാറ്റ ഫ്രെയിം ടു നമ്പൈ, അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും മീൻസ് ആ എടുക്കുന്ന ഡാറ്റ ഡി ടൈപ്പ് എടുക്കുന്നുണ്ട്, നണ്ണാണ് ഡിഫോൾട്ട് വാല്യൂ, കോപ്പി ഉണ്ട്, NA വാല്യൂ ഉണ്ട്. നൗ ആസ് എ പേഴ്സൺ ഇപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് ഡാറ്റ ഫ്രെയിം ടു നമ്പൈ എന്ത് ചെയ്യുന്നൊരു പിടുത്തില്ല, ഇതിൽ ഡി ടൈപ്പ് എന്താണെന്ന് അറിയില്ല, കോപ്പി എന്താ അറിയില്ല എന്നല്ല. സോ നൗ ഇൻ ദാറ്റ് കേസ് നമുക്കിത് വായിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് കൊടുക്കാതെ ഇത് വർക്കാവും. ഇപ്പോൾ ഒരു പാരാമീറ്ററും കൊടുക്കാതെ ഡയറക്റ്റ്ലി ടു നമ്പൈ എന്ന് അടിച്ച് കഴിഞ്ഞാൽ സാധനം വർക്കാവും. കാരണം ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്തിട്ട് ടൈപ്പ് ഡാറ്റ ഫ്രെയിം. ഓക്കെ, നമുക്ക് ഡി ടൈപ്പ് എന്താ എടുക്കുക? ഇവിടെ എടുക്കുന്ന ഒന്നെങ്കിൽ സ്ട്രിങ് എടുക്കും, അല്ലെങ്കിൽ നമ്പൈ ഡാറ്റ ടൈപ്പ് മാത്രം എടുക്കും. ഓക്കെ, ദ ഡാറ്റ ടൈപ്പ് ടു പാസ് ടു നമ്പൈ SRA. ഓക്കെ, പിന്നെ കോപ്പി വെദർ ടു എൻഷുർ ദാറ്റ് റിട്ടേൺ വാല്യൂ ഇൻ സ്ട്രിങ്. ഇപ്പം കോപ്പി എന്നുള്ള ഒരു സാധനം ഇവിടെ എനേബിൾ ചെയ്ത് വെക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് റെഫറൻസ് എടുക്കുന്നതിന് പകരം ഡയറക്റ്റ്ലി ആക്ച്വൽ ഡാറ്റ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാൾസ് ആണെങ്കിൽ ചിലപ്പോൾ അത് റെഫറൻസ് ആയി പോകാം. അപ്പോൾ റെഫറൻസ് ആയി പോവാതിരിക്കും. വാട്ട് ഈസ് NA വാല്യൂ, ദ വാല്യൂ ടു യൂസ് ഫോർ മിസ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെങ്കിൽ NA എന്നുള്ള സാധനം കൊടുക്കുക. ആൻഡ് ഹൗ ടു യൂസ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഇവർ പാരാമീറ്റർ കൊടുത്തിട്ടില്ല. ഇവർ തന്ന എല്ലാ എക്സാമ്പിളിലും empty സാധനമാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പൈത്തൺ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ടു നമ്പൈ ബാക്കിൽ ഇവിടെ കോപ്പി ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഡി ടൈപ്പ് മാറ്റിയിട്ട് സ്ട്രിങ് ആക്കി കൊടുത്ത് എന്ത് സംഭവിക്കും നോക്കാം. അപ്പം ദിസ് ഈസ് ഹൗ ഐ വിൽ ലേൺ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു വേറെ പൈത്തണിൻ്റെ സോർട്ട് എടുത്ത് നോക്കാം. 3.14 സോർട്ടിങ് ടെക്നിക്ക്. ഓക്കെ, ഇപ്പോൾ പൈത്തണിലാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് ഡോട്ട് സോർട്ട് എന്നോ അല്ലെങ്കിൽ എന്താ ഇവിടെ ഫോർ എക്സാമ്പിൾ A ഈസ് ഈക്വൽ ടു ഇങ്ങനെ ലിസ്റ്റ് ഡോട്ട് സോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സോർട്ട് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ സോർട്ടഡ് ഓഫ് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സോർട്ട് ചെയ്തു. പക്ഷേ ഇത് എങ്ങനെ സോർട്ട് ചെയ്യുന്നു, ലൈക്ക് എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. വാട്ട് സോർട്ടിങ് ടെക്നിക്ക് ഇറ്റ് ഈസ് യൂസ്, ഏത് ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്ന രീതി. ഇൻ പ്ലേസ് സോർട്ടിംഗ് ആണ് പൈത്തണിൽ ചെയ്യുന്നത്. അതൊരു പോയിന്റ്. ഇൻ പ്ലേസ് സോർട്ടിംഗ് പറഞ്ഞാൽ തന്നിരിക്കുന്ന അരേ അല്ലാതെ വേറെ എക്സ്ട്രാ അരേ അവരെടുക്കും. മെമ്മറി സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1 ആണ്. പിന്നെ ഒരു ഏതെങ്കിലും ആൽഗോരിതം സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നുണ്ടോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദേ ആർ യൂസിങ് സംതിങ് ലൈക്ക് മെർജ് ആണോ, ഓൾസോ അവർ C പൈത്തൺ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ, ഐ മീൻസ് പർപ്പസ്. ലൈക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ സോർട്ടിങ് ടെക്നിക്സ് ആണ് ഇവ യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി ആൽഗോരിതത്തിൻ്റെ പേര് ഡയറക്റ്റ്ലി ഇവിടെ എഴുതി ശ്രദ്ധിച്ചു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേ ആർ യൂസിങ് സംതിങ് ലൈക്ക് മെർജ് ആണോ ഹീപ്പ് സോർട്ട് ആണോ? ഹീപ്പ് സോർട്ട് ആണെന്ന് തോന്നുന്നു. ഇൻ പ്ലേസ് അല്ലേ, അപ്പോൾ ഹീപ്പ് സോർട്ട് ആവണം. അപ്പോൾ അങ്ങനെ എന്തോ ആണ് അവർ ചെയ്യുന്നത്. ഹീപ്പ് അല്ലെങ്കിൽ മെർജ് സോർട്ട് ഇതിൽ ഏതൊന്നാണ് അവർ ചെയ്യുന്നത്. ബട്ട് ദിസ് ഈസ് ഹൗ ദേ യൂസ് ദിസ് ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താ? sorted parameters star key and this key specify the function of one argument that is used to extract. Okay, key കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിനെ ബേസ് ചെയ്തിട്ട് അത് കമ്പയർ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ കെ ഈക്വൽ ടു str ലോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ലിസ്റ്റ് ഇപ്പം സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ സ്മോൾ ലെറ്റർ മീൻസ് ലെറ്റേഴ്സിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത് ABCD അതിൽ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെറ്റർ ബേസ് ചെയ്തിട്ടേക്കാരും അവർ അങ്ങനെയാണ് ഇതിലിപ്പോൾ പറഞ്ഞത്. സോ റിവേഴ്സ് ഇപ്പം ട്രൂ ആക്കി കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ് വിൽ ഗിവ് ഓപ്പോസിറ്റ്. അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡർ. സ്റ്റാർ എന്ന് ഇവിടെ ഇടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇറ്റ് ടേക്സ് എനി ഡാറ്റ ടൈപ്പ്, നമ്പേഴ്സ് ആവാം സ്ട്രിങ് ആവാം എന്താ. സോ ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തിന് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു പർപ്പസ് മാത്രം ഡോക്യുമെന്റേഷൻ വായിക്കും. അല്ലാതെ ഫുള്ള് A തൊട്ട് Z വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ തീരത്തിൽ. ഓക്കെ, വാസ് ദാറ്റ് ഹെൽപ്ഫുൾ? ഓക്കെ, പിന്നെ വേറെ എന്താ നമുക്ക് ഇതിൽ നിന്ന് അറിയാനുള്ളത്? ഇപ്പം ഓക്കെ വേറെ പോയിന്റ്സ് പറയണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ നമ്മളെ ബാഡിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളതുണ്ടോ? ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, 50 minutes ടൈം ട്രാക്കിംഗ് ചെയ്യേണ്ടത്. ഈറ്റിംഗ് ഹെൽത്തി ആൻഡ് ഡൂയിങ് വർക്കൗട്ട്സ് ഞാൻ പറഞ്ഞു തരേണ്ട യൂട്യൂബേഴ്സിൻ്റെ
വർക്കൗട്ട്സിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരത്തൊക്കെ കണ്ടിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ അടുത്ത കൊല്ലം നമ്മളെ വീക്കോണിൻ്റെ ഭാഗമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, പക്ഷേ നിങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളും ചെയ്യണം. മോർ DSA, മോർ സിസ്റ്റം ഡിസൈൻ പ്രോജക്ട്സ്, ഗെറ്റിംഗ് ഇൻ്റർവ്യൂ പറഞ്ഞു. പിന്നെന്താ ഉള്ളത്? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്, ഡെഡ് ലൈനിനെ കുറിച്ചുള്ളൂ അല്ലേ. ഓക്കെ, കൺസിസ്റ്റൻസി നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. വി കനോട്ട് ബി എന്നല്ല, മിക്ക ആൾക്കാർക്കും നമുക്ക് ഡെയിലി ഒരു സാധനം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇടയ്ക്ക് എന്തായാലും ബ്രേക്ക് ആവും. ഇപ്പം ഞാൻ ഷുഗർ കഴിക്കുക എന്നുള്ളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷേ എല്ലാ വീക്കെൻഡ് ആകുമ്പോൾ അത് ബ്രേക്ക് ആവും. അതിൻ്റെ അർത്ഥം അത് ബ്രേക്ക് ആയല്ലോ എന്ന് കരുതിയാണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കൊന്നുമില്ല. ഇപ്പം ഇന്നലെ ഞാൻ കുറേ ഇന്ന് ഇപ്പം ഒന്നും കഴിക്കലുണ്ടാവില്ല, നത്തിങ് ഷുഗർ. ബട്ട് ഐ വിൽ ട്രൈ ടു ബി മോർ കൺസിസ്റ്റൻറ്റ്. ഇറ്റ് വിൽ ബ്രേക്ക് ഗ്രാജുവലി, പക്ഷേ നമ്മൾ വി ഷുഡ് പിക്ക് അവർ സെൽഫ് അപ്പ് ആൻഡ് ഗോ അഹെഡ്. കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സങ്കടപ്പെടാനോ നമ്മളെ സെൽഫ് പണിഷ് ചെയ്യാനോ നിൽക്കുക. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഒരു ദിവസമല്ലേ അല്ലെങ്കിൽ 2 ദിവസമല്ലേ, നോ വെറീസ്. നെക്സ്റ്റ് ഡേ നമ്മൾ എടുക്കുക, പിക്കപ്പ് ചെയ്യുക, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകും. ഓക്കെ, ആൻഡ് സ്മോൾ സ്ട്രീക്സ് ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ നോക്കുക. അതായത് ഞാൻ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്നതിന് പകരം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഞാൻ കണ്ടിന്യൂസ്, ഈ 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്താൽ മേ ബി ഒരു ദിവസം വേണമെങ്കിൽ ബ്രേക്ക് എടുത്തോ. അടുത്ത തവണ 4 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, എന്നിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുത്തോ. പിന്നെ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്, എന്നിട്ടൊരു ബ്രേക്ക് എടുക്കുക. അപ്പം അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് ബി ഹാപ്പി വിത്ത് റിസൾട്ട്സ്. ഒരു ദിവസം കൺസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്തതിനേക്കാളും നിങ്ങൾ ഹാപ്പി ആവണം 2 ദിവസം നിങ്ങൾ സ്ട്രീക്ക് കൊണ്ടുനടന്നത്. സോ ബി മോർ ഹാപ്പി വിത്ത് വാട്ട് ഗോൾസ് യു ആർ അച്ചീവിങ് ആറ്റ്. ഡോണ്ട് ബി സാഡ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ഇറ്റ്. അത്രേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ബട്ട് നെക്സ്റ്റ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ബെറ്റർ. എനിക്കറിയാവുന്ന ഒരാൾ, ആരാന്ന് ഞാൻ പറയുന്നില്ല, അവർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ അപ്ലൈ ടു 2 കമ്പനി. 2 കമ്പനിയിൽ നിന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ 4 കമ്പനീസിലേക്ക്, അതുപോലെ 4 കമ്പനിയിൽ നിന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ 8 കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യും. സോ അടിപൊളി കൺസെപ്റ്റ് ആയിരുന്നു. ലൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ദാറ്റ് ഓൾസോ ഗിവ്സ് ദം എ മോട്ടിവേഷൻ. അതായത് കൂടുതൽ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം ഇന്നിപ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ 2 അപ്ലൈ ചെയ്യും, ഇതേ മതിയാവും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ്. അപ്പം ജോബൊക്കെ കണ്ടുപിടിച്ച് വരും, എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് എത്തിക്കൊണ്ടുവരും. അത് ആ ലെവലിലുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരാളൊക്കെ അറിയാം. സോ യു ക്യാൻ ട്രൈ സോ മെനി തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കൂൾ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ, കാരണം എൻ്റെ സ്ക്രീനിൻ്റെ ചുറ്റും കുറേ സാധനങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ചാറ്റിംഗ് ബോക്സ് എനിക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്ന് പോകണ മാത്രം അറിയാൻ പറ്റുന്നുണ്ട്, ആരാണ് ചോദിച്ചതെന്ന് അറിയാം. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്, എനിത്തിങ്, എനി പോയിന്റ്സ്? ആക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 2026 നിങ്ങൾ ഇത്ര ചെയ്യാനേ പോകുന്നുള്ളൂ, 12 മാസം ഉണ്ട്, ഇത് മതിയോ? ഇടയ്ക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോവാറുണ്ട്. ലൈക്ക് ഇപ്പൊ 2 ദിവസം കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്ത് പിന്നെ നമ്മള് കേറുമ്പോ ചിലപ്പോ ഒന്ന് ഡീമോട്ടിവേറ്റ് ആവും. അത് എന്തിന്റെ ബേസിലാണ് നോക്കുമ്പോ, ഇപ്പൊ ഞാനിപ്പോ ബിടെക് പഠിച്ചു കഴിഞ്ഞപ്പോ ബിടെക്കിന്റെ ഫൈനൽ സെമസ്റ്ററിലാണ് ഞാൻ ഒന്ന് സ്ട്രക്ചറായി സ്റ്റാർട്ട് ചെയ്തത്, എന്തെങ്കിലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ പഠിച്ച് ഇപ്പോ ബിടെക് കഴിഞ്ഞപ്പോ ഒരു 4 മന്തോളായി 2025 പാസ് ഔട്ടാണ്. അപ്പോ അത് കഴിഞ്ഞിട്ടും ലൈക്ക് ഇപ്പോഴും ജോബൊന്നും ആയില്ല, അങ്ങനെ ഒരു പറഞ്ഞാൽ ഡിമോട്ടിവേറ്റ് ആയി. കാരണം നമ്മള് പഠിക്കാനും തോന്നുന്നില്ല, അങ്ങനെ ഒരു ഇതില് വരുന്നുണ്ട്. ലൈക്ക് പിന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി, ഞാൻ ഡാറ്റാ സയൻസ് ഫീൽഡിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കണ്ടേ. അപ്പൊ അതിലും നോക്കുമ്പോ ഫ്രഷേഴ്സിനൊക്കെ ഭയങ്കര ഹാർഡായിട്ട് കയറി പറ്റാന് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനൊക്കെ കാണുമ്പോ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി പോവാണ്. ഓക്കെ, ഡീമോട്ടിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി പോലെ തന്നെ എപ്പോഴും നമുക്ക് അങ്ങനെ മോട്ടിവേറ്റ് ആയിക്കൊണ്ടേ നിൽക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ മനുഷ്യന്മാരാണ്, ഫീലിംഗ്. ബട്ട് ഒരു വഴിയുള്ളത് ഈ സാധനം ഞാൻ പറഞ്ഞ ഈ പോയിന്റ്. നിങ്ങൾ ഇപ്പം നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ് തന്നെ, ഞാൻ ഇവിടെ ഈ ഒരു എക്സൽ ഷീറ്റ് എഴുതുന്നേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ അടുത്തുള്ള ഒരു പേപ്പറിൽ ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചോ, ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ബട്ട് യു ഷുഡ് ലിറ്ററലി റൈറ്റ് ഇറ്റ് ഓൺ എ പേപ്പർ. അതായത് 2026 ഇന്ന മാസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും അല്ലെങ്കിൽ നേടിയിരിക്കും എന്നുള്ളത് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കുക. ആൻഡ് സ്റ്റിക്ക് ഇറ്റ് ഓൺ യുവർ വാൾ. നിങ്ങളെ റൂമിലോ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ കണ്ടാൽ മതി, നാട്ടുകാരോ വീട്ടുകാരോ കാണുന്ന ഒരു നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾ കാണണം. അതിനിപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല, കട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചാലും കുഴപ്പമില്ല, ഫാനിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല, എവിടെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ബട്ട് യു ഷുഡ് പുട്ട് ഇറ്റ്. ഓക്കെ, ഡെയിലി എനിക്കും അത് കാണും വേണം. You should watch it, you should see it. Subconsciously it will help you a lot. Also മോട്ടിവേഷൻ പോകുന്ന ഒരു സമയത്ത് ജസ്റ്റ് അതിലേക്ക് നോക്കിയാൽ മാത്രം മതി. ലൈക്ക് എങ്ങനെയാണ് അത്
ലൈക്ക് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ വാശിയാണ്, ഇന്ന സാധനം ഇന്ന സമയത്ത് ചെയ്യണം, അതിനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കും. അത് കാണുമ്പം അടുത്ത റെട്രോസ്പെക്റ്റീവ് മീറ്റിൽ ഇരിക്കുമ്പം എൻ്റെ ബാഡിൽ ഞാൻ ഇപ്പോൾ 10 ഗോൾ വെച്ചതിൽ 10 അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള പറയാൻ്റെ സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പം നിങ്ങൾ ആ ഒരു വാശി പുറത്ത് അത് ചെയ്തേ മതിയോ. ട്രൈ ഇറ്റ് ഔട്ട്, സ്റ്റിക്ക് ഇറ്റ് ഓൺ യുവർ വാൾ, ട്രൈ ഇറ്റ് ഔട്ട്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് എഴുതി വെക്കണം കേട്ടോ, എന്തൊക്കെ ചെയ്യുന്നത് 2026 എന്നുള്ളതും. നിങ്ങൾ ശരിക്കും സിൻസിയർലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പേര്, ഇറ്റ് വിൽ ഹെൽപ്പ്. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു, അതും സിൻസിയർലി ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ലേൺ മോർ DSA ആണ് എഴുതിയത്, നിങ്ങൾ അങ്ങനെ എഴുതരുത്. പകരം ഞാൻ ലീഡ് കോഡിൽ മേ ബി ഒരു മാസം മേ ബി 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നോ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഞാൻ 100 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യും. ഒരു സിസ്റ്റം ഡിസൈൻ ആണെങ്കിൽ ഞാനൊരു 3 സിസ്റ്റം ഡിസൈൻ പഠിക്കും, അല്ലെങ്കിൽ 5 സിസ്റ്റം, ഒരു മാസത്തിൽ 1 പഠിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് വിത്ത് നമ്പേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, വിഷൻ ബോർഡ് ക്രിയേറ്റ് വിഷൻ ബോർഡ്, അങ്ങനെയും പറയാം. യെസ്, എക്സാക്ട്ലി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി. പക്ഷേ ഇത്രയും കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ വിഷൻ ബോർഡിൽ കൊള്ളുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. വാട്ട് എവർ വർക്ക്സ്, ബട്ട് ജസ്റ്റ് പുട്ട് ഇറ്റ്. ലൈക്ക് നിങ്ങൾ കണ്ടേ മതിയോ, കാണുന്നിടത്ത് ചെയ്തേ വെച്ചോ. ഓക്കെ. പിന്നെ വേറെ പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പതുക്കെ. ഐ വാണ്ട് എ ഫീഡ്ബാക്ക്. ഹൗ വാസ് ദ സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ബെനിഫിറ്റ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് പറ. ആൻഡ് വാട്ട് ക്യാൻ വി ഡു ബെറ്റർ ഫോർ നെക്സ്റ്റ് ടൈം? എന്തും പറയാം. സോ ഓപ്പൺ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലേ? പറ. ഓക്കെ, മൈ നെയിം ഈസ് മുഹമ്മദ് ഷെരീഫ്. ഞാൻ ജോയിൻ ചെയ്തിട്ടാകെ ഒരാഴ്ച, ഒരു വീക്ക് ആയിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ സെക്ഷൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൻ കേൾക്കുന്നത് വീക്ക് കോഡില്. അപ്പോൾ അടിപൊളിയായിരുന്നു. കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ ഇപ്പൊ ബിടെക് 4th ഇയർ ആണ്, എന്നിട്ടൊരു സ്കിൽ അച്ചീവ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് സ്കിൽ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ, ഒരു കൺസെപ്റ്റ് കിട്ടി. പിന്നെ കുറെ ആക്ഷൻസ് പറഞ്ഞു, 2026 കുറെ ആക്ഷൻസ്, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്, 2026 ചെയ്യേണ്ടതാണ്. ഒരു ആക്ഷൻ കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നി. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി. അടുത്തത് വേഗം ഫീഡ്ബാക്ക് പറയാം, എന്നാൽ നമുക്ക് കോൾ നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയാണെന്നും നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എവിടെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ, ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഹെൽപ്പായി. അടിപൊളി, താങ്ക്സ്. സ്റ്റീവിന്റെ പേര് ഞാൻ ഫസ്റ്റ് വായിച്ചപ്പോഴേ സ്റ്റീവ് റോജർ എന്നായിരുന്നു, ക്യാപ്റ്റൻ അമേരിക്കൻ ഓർമ്മ. പിന്നെ അടുത്തത് അക്ഷയ് പറ. താങ്ക് യു, മൈ പ്ലഷർ. ഞാനും ഹാപ്പിയാണ് ഈ ഫീഡ്ബാക്കിന്. എനിക്കും പറയാനുള്ള ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ, യൂഷ്വലി നമ്മളെ കോൾസ് വെക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആക്റ്റീവ്ലി സംസാരിച്ചിട്ടുണ്ട്, ആക്റ്റീവ്ലി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ, നിങ്ങൾ പറഞ്ഞ പോയിന്റ്സും നിങ്ങളിൽ നിന്നുണ്ടായി. ഐ എം റിയലി ഹാപ്പി വിത്ത് ഓൾ ദീസ് ഇംപ്രൂവ്മെന്റ്സ്. സോ സംസാരിച്ചതും കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും ബി മോർ ആക്റ്റീവ്. ഓക്കെ, ആൻഡ് കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോലെ നിങ്ങളുടെ ഒക്കെ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ആക്റ്റീവ് ആണോ അത്രത്തോളം അത് മുന്നോട്ടും നല്ലപോലെയും പോകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് മൈ ഫീഡ്ബാക്ക്. വേറെ സ്വയം വിലയിരുത്താക്കി. ഓക്കെ, ഗ്രേറ്റ്, നല്ല പോയിന്റ് ആണ് മിസ്ബ. ഫായിസ് എന്തായിരുന്നു പറയുന്നത്? സ്വയം വിലയിരുത്താൻ പറ്റി, എവിടെ നിൽക്ക്, എന്ത് ചെയ്യണം, ആ ഒരു ക്ലിയർ ഐഡിയ കിട്ടി. ഓക്കെ, ഫായിസ് ആയിരുന്നു പറഞ്ഞത്. അപ്പം നേരത്തെ മിസ്ബ ആണോ പറയാൻ വിട്ടത്? ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ സ്ട്രക്ചർഡ് ഒരു മീറ്റിംഗ്. അപ്പം ആസ് എ സ്റ്റുഡന്റ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ആദ്യമായിട്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ മീറ്റിംഗ്. ഗ്രേറ്റ്, നൈസ്. ഐ എം ഹാപ്പി ദാറ്റ് നിങ്ങൾക്കും ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇത് ശരിക്കും കമ്പനീസിൽ നടക്കുന്ന മീറ്റിംഗ്സ് ആട്ടോ ഇത്. നമ്മളെല്ലാവരും ലൈക്ക് ടീംമേറ്റ്സ് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഇതൊക്കെ പറയും. ആൻഡ് ബ്രൂട്ടലി ഓണസ്റ്റ് ആയിക്കാരും എല്ലാവരും. പറയാനുള്ള മൂത്ത് നോക്കി പറയും ചെയ്യും, കുറ്റങ്ങളും പറയും, ഒക്കെ പറയും. ആൻഡ് വി വിൽ ഡോക്യുമെൻറ്റ് ഇറ്റ്, ലിറ്ററലി ഡോക്യുമെൻറ്റും ചെയ്യും. കാരണം എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ വീക്കുകളിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം ഞാൻ തന്നെ ഇപ്പോൾ അറിയുന്നത്. ആ ലീഡർ ബോർഡ് കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും ഓർക്കില്ല, ലൈക്ക് ഞാൻ കൺസിഡർ പോലും ചെയ്യാത്ത പോയിന്റ് ആയിരുന്നു അത്. പക്ഷെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഓൾസോ. ലൈക്ക് നിങ്ങൾ കുറേ പേര് അത്ര പോയിന്റ്സ് പറഞ്ഞിട്ടില്ലെങ്കിലും യു നോ നൗ ഹൗ ടു പ്ലാൻ ഫോർ 2026. കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട് 2026 പ്രോപ്പർലി പ്ലാൻ ചെയ്യാൻ. രാഹുൽ? അതേപോലെ ഞാനിപ്പോ പ്രീവിയസ് ഒരു 7-8 months മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു. സോ ഇപ്പൊ നോക്കുമ്പോൾ കുറച്ചധികം സ്റ്റുഡൻസിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിറ്റി കുറച്ച് ഗ്രോ ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു 2026 ഇതിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതേപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ജോബ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ.
താങ്ക്സ് സോ മച്ച്. ആൻഡ് യാ, എനിക്കും അതാണ് എല്ലാവരെയും വിഷയമുള്ളത്. എല്ലാവരുടെയും ഡ്രീംസ് ആൻഡ് ഗോൾസ് എത്തട്ടെ. ജോബിന് നോക്കുന്നവർക്ക് ജോബ് കിട്ടട്ടെ, ഹാക്കത്തോൺസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് നോക്കുന്നവർക്ക് ഹക്കത്തോൺസ്. എന്തായാലും നമ്മളെ കമ്മ്യൂണിറ്റി കാരണം നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവട്ടെ. ദാറ്റ് ഈസ് എൻ്റെ ഒരു ആഗ്രഹം, അത് മാത്രം. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്താലോ എന്നാല്? ആർക്കും ലാസ്റ്റ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ അല്ല, ഇതേപോലെ ഇടക്കിടക്ക് ഒരു മീറ്റപ്പ് കൺസിഡർ ചെയ്താല് നന്നായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കിട്ടുന്ന നോളജ് എത്ര വലുതായിക്കല്ലോ. യെസ്, നമുക്ക് അത് ചെയ്യാം. നമ്മളത് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ 2026 ആക്ഷൻ പ്ലാൻസിൽ എഴുതിയതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ചെയ്യും. ഇമ്പ്രൂവ്മെൻറ്റ്സിൽ പറഞ്ഞ പോയിന്റ്സൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നേക്കാരും. ആൻഡ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി അടുത്ത പ്രാവശ്യം ആ പോയിന്റ്സ് ഒന്നും വരാതൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്യാം. ഗുഡ് കീപ്പ് ചെയ്യുക, മോർ ഗുഡ് പോയിന്റ്സ് ഉണ്ടാക്കുക, ബാഡിലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക, ഇമ്പ്രൂവ്മെൻറ്റ്സിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് അയ്യോ, നെറ്റ് പോയോ? ഓക്കെ ഗൈസ്, അപ്പം ഐ തിങ്ക് നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊക്കെ കേട്ടിരുന്നു. അതോ എന്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു? ഓക്കെ ഫൈൻ. ഞാൻ യൂട്യൂബിൽ ബാക്കി അപ്ലോഡ് ചെയ്യുമ്പം അതിൽ കേൾക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം താങ്ക് യു എവരി വൺ, താങ്ക്സ് ഫോർ ജോയിനിങ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ആൻഡ് റിയലി ഹാപ്പി ദിസ് ഹാപ്പൻ അറ്റ് 1.5 മണിക്കൂർ പ്ലാൻ ചെയ്തു. ആൻഡ് ഇറ്റ് വെൻറ്റ് ലൈക്ക് 2.5 hours, 2.25 മണിക്കൂറോളം പോയി. ഇത്രയും നേരം ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ നമുക്ക് അടുത്ത കൊല്ലം കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ.